ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒബേസിറ്റി അഥവാ അമിതവണ്ണം എന്ന് പറയുന്നത്. പലരും വ്യായാമം ചെയ്തിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും അതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജുമാനയാണ്. ഡോക്ടർ ഡെലിവറിക്ക് ശേഷം 2-3 മാസം കൊണ്ട് 20 കിലോ കുറച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഡോക്ടറുടെ എന്തൊക്കെയാണ് ഡോക്ടർ അതിനെ സഹായിച്ചിട്ടുള്ളത്, ഡോക്ടർ എന്തൊക്കെ രീതികളാണ് അതിന് സ്വീകരിച്ചിട്ടുള്ളത്, നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. വെൽക്കം ഡോക്ടറെ. ഡോക്ടർ ഡെലിവറിക്ക് ശേഷം 2-3 മാസം കൊണ്ട് 20 കിലോ വെയിറ്റ് കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്തത്? എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നോ, അല്ലെങ്കിൽ വ്യായാമം മാത്രമാണോ? ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും. ആക്ച്വലി ആഫ്റ്റർ ഡെലിവറി ഞാൻ ഒരു 78 കിലോളം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ. അപ്പോൾ 152 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 52 or 55 കിലോ, 50 കിലോക്കുള്ള ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 50 kgs ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണ് ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എക്സസ് ആണ്. അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ഒരു കോൺഫിഡൻസ് കുറവ്, ഭയങ്കര ഏജ്ഡ് ലുക്ക്. ടു ബി ഫ്രാങ്ക്, തടി കൂടിയതുണ്ടാകുന്നതല്ല, എനിക്ക് മുന്നത്തെ പിക്കും ഇതും കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര വിഷമം, മനസ്സിന് ഭയങ്കര വിഷമം. പിന്നെ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. നമുക്ക് നല്ല ഡ്രസ്സൊക്കെ നമ്മൾ ചിലത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ നമ്മുടെ ലെവലിനുള്ളതൊന്നുമില്ല. എല്ലാം, അതായത് ഞാൻ ലാർജ് സൈസിൽ LM യൂസ് ചെയ്തിരുന്ന ആളാണ്, XL XXLോട്ടൊക്കെ പോയി. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിന് ഭയങ്കര സങ്കടം. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഉടനടി ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതല്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ. എൻ്റെ ബേബി ഫീഡിങ് നിർത്തുന്നത് വരെ ഒരു 1.5 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 1.5 ഇയർ വരെയും എനിക്ക് 78 കിലോ വെയിറ്റിലായിരുന്നു. അതെ, അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറയുന്നില്ല. ആഫ്റ്റർ ഡെലിവറി യൂഷ്വലി കുറച്ച് പേർക്കെങ്കിലും വെയിറ്റ് കുറയും. പക്ഷെ ഞാൻ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. എന്ന് വെച്ചാൽ നല്ല ഫുഡ് മീൻസ് നന്നായി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഫ്രൈഡ് ഫുഡായാലും എല്ലാം ഒരു എന്താ പറയുക, ലക്കില്ലാണ്ട് കഴിക്കാൻ അറിയില്ല, അങ്ങനെ കഴിക്കുന്ന ടൈപ്പ് ആയിരുന്നു ആ ടൈം. വെള്ളമൊക്കെ കുടിക്കും, ഡ്രിങ്ക്സ്, എന്നാലും ഫുഡിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫീഡിങ് നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു ടൈമോട് കൂടി ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മൈൻഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഫീഡിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ആഫ്റ്റർ ഡെലിവറി ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. വാക്കിംഗ്, അങ്ങനെ കാര്യമായിട്ട് എക്സസൈസോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര kg കുറയ്ക്കണം എന്നുള്ളത് ആദ്യം മൈൻഡിൽ ഫിക്സ് ആക്കി. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, കാപ്സാണ് ഞാൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചത്. ഫുഡ് ഇൻടേക്ക് കുറയ്ക്കാൻ നല്ലോണം ബുദ്ധിമുട്ടി. കാരണം നമ്മൾ കഴിച്ച് അതാണ്, ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാന്നുള്ളത്, ക്രേവിങ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മാത്രമല്ല നമ്മുടെ ആ ഒരു ആമാശയം, സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അതിനനുസരിച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് അതും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഇതും കൂടും. അപ്പോൾ അത്രയും വലിയൊരു ഇതിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഫിൽഡ് ആവില്ല. പിന്നെയും നമുക്ക് വിശപ്പുണ്ടാവും, ക്രേവിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കും, ധാരാളമായിട്ട് ലിക്വിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ കുറച്ച് കഴിച്ചാൽ ഫീലിംഗ് ആവുമല്ലോ. അങ്ങനെ അപ്പോൾ കഴിക്കുന്ന ക്വാളിറ്റി ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിച്ചു. കാരണം ഫീഡിങ് നിർത്തിയാലും മോനുണ്ട്, സോ അവൻ്റെ പിന്നിലാണെങ്കിൽ വർക്കും കാര്യങ്ങളും ഉണ്ടാവും. കംപ്ലീറ്റ് നമ്മൾ ഫുഡ് കാപ്സൊക്കെ അവോയ്ഡ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും, എനർജി ഡൗൺ ആവും, അതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കാപ്സ് ഒന്ന് കുറച്ചിട്ട് പ്രോട്ടീന് അതിൻ്റെ ഇൻപുട്ട് കൂട്ടി. പിന്നെ കാപ്സിന് പകരം ഞാനൊരു ഉപയോഗിച്ചത് മില്ലറ്റ്സ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചോറ് എന്തായാലും എനിക്ക് വേണം, ചോറ് ഭയങ്കര ക്രേവിംഗ് ഉള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരു നേരം ഉച്ചയ്ക്ക് ചോറ് ഞാൻ മസ്റ്റായിരുന്നു, ഒരു 2 സെർവിങ് എടുക്കുമായിരുന്നു, ചോറ് മസ്റ്റായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ടൈമിലൊക്കെ എഗ് വൈറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീൻ, മീൻ മസ്റ്റായിട്ട്, മീനും ചിക്കനാണ്. ബീഫും മട്ടനൊക്കെ പരമാവധി ഒഴിവാക്കും. കാരണം അതിലെന്താ വെച്ചാൽ കൂടുതലായിട്ടും ഫാറ്റ് കണ്ടൻറ് ഉണ്ട്, ബീഫ്, മട്ടൺ, റെഡ് മീറ്റ് ഇതിലൊക്കെ. അപ്പോൾ ഫാറ്റ് കണ്ടൻറ് ഉള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വെയിറ്റ് ഗെയിൻ കൂട്ടും, ഇൻഫ്ലമേഷനും കൂട്ടും. എന്നാൽ ചിക്കൻ അങ്ങനെയല്ല, ലീൻ പ്രോട്ടീനാണ്. അപ്പോൾ ചിക്കന് ഹോൾ എഗ് തന്നെ ഞാൻ എടുക്കാൻ ശ്രദ്ധിച്ചു, 2 എഗ്ഗ് അങ്ങനെ എടുക്കാൻ ശ്രദ്ധിച്ചു. അതേപോലെ മൈദ അങ്ങനത്തെ ഐറ്റമൊക്കെ ഒഴിവാക്കിയിട്ട് വീറ്റ് ബ്രെഡ് അങ്ങനെ ഷിഫ്റ്റാക്കി. പിന്നെ ഫാസ്റ്റ് ഫുഡൊന്നും കംപ്ലീറ്റ് തൊട്ടേ ഇല്ല. അതിന് മുന്നൊക്കെ ഞാൻ അങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവും, കഴിക്കും. ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ട് തോന്നും, എനിക്ക് കഴിക്കാറുണ്ട്. സ്വീറ്റ് ക്രേവിങ്സും ഉണ്ടായിരുന്നു, പക്ഷെ അത് റെസ്ട്രിക്റ്റ് ചെയ്തു, മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്തു. സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ചെറിയതുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നും, അപ്പോൾ ആ സമയത്ത് ഒന്ന് കട്ട് ചെയ്യും, കഴിക്കും. അങ്ങനെ കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമൺ അല്ലേ, അതുകൊണ്ട് പോസിബിൾ അല്ല. കുറച്ച് ചെറിയ തോതിലൊക്കെ എടുത്തിരുന്നു. എന്നാലും എന്താ പറയുക, ആദ്യത്തെ പോലെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് സ്വീറ്റ്സ് എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാലിൻ്റെ ഇൻടേക്കൊക്കെ കുറച്ചു, മിൽക്ക് പ്രോഡക്ട്സ്
അത് കുറച്ചു. തൈര് എടുക്കുന്നുണ്ടായിരുന്നു, എന്നാൽ വേറെ ചീസോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ടൊഫു എന്ന് പറയും, നമ്മൾ സോയ എക്സ്ട്രാക്റ്റ് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീനാണ്, കാൽഷ്യം റിച്ച് ആണ്. അത് ഞാൻ ഫുഡിൽ അത് കുറച്ച് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ടൈമിൽ അത് ഇത്തിരി മസാലയൊക്കെ ഇട്ട് സ്റ്റിർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്കിങ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വാക്കിങ് ഞാനൊരു 45 മിനിറ്റ്സ് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് വാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമ്മൾ വെയിറ്റ് ലോസിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വയറ് മാത്രം ചാടി വരുന്നൊരവസ്ഥ. അതെ, ഇപ്പം എത്ര ചിലപ്പോൾ പ്രസവ ശുശ്രൂഷ എന്ന് പറയും അതൊക്കെ കെട്ടി എന്ത് ചെയ്താലും ചിലർക്ക് വയറ് തൂങ്ങിയത് റിട്ടേൺ ആവില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസായി വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഒരു 2 മന്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ വീക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസായി വരുന്നുണ്ട്, സ്റ്റിൽ വയറ് കുറയുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. അപ്പം എന്ത് ഡ്രസ്സ് ഇടുമ്പോൾ വയറ് മാത്രം തള്ളിയിട്ട് അത് എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമം. അപ്പോഴാണ് ഞാൻ കിടന്നിട്ടുള്ള വർക്കൗട്ട്, അങ്ങനെ ഒരുപാട് എന്താ പറയുക ഓവർ വർക്കൗട്ട്സ് ഒന്നും ചെയ്തിട്ടില്ല, കിടന്നിട്ട് സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസ്, ലെഗ് റേസിങ് എക്സസൈസ്, പിന്നെ അബ്ഡോമിനൽ മസിൽസ് കുറയ്ക്കാനായിട്ട് അത് ഫിറ്റായി വെക്കാനായിട്ടുള്ളത്, അങ്ങനെ ഈ റെക്റ്റേ മസിൽസ് എന്ന് പറയും, റെക്റ്റേ അബ്ഡോമിനസ്. അപ്പോൾ ഇത് നമ്മുടെ മസിലിൽ നമ്മൾ ഡെലിവറിക്ക് ശേഷം എന്താ വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഈ മസിൽസ് മൊത്തം ഇങ്ങനെ വികസിച്ചിരിക്കുകയും ആഫ്റ്റർ ഡെലിവറി പെട്ടെന്ന് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിലും മസിൽസ് അതേ പൊസിഷനിൽ ഈ റെക്ടസ് അബ്ഡോമിനാലിസ് ഈ മസിൽസൊക്കെ തിരിച്ച് അതേപോലെ വരണമെന്നില്ല. അപ്പോൾ ഡയാസ്റ്റാസിസ് റെക്റ്റേ എന്ന് പറയും, അതായത് ഈ തടി ഉള്ളവർ പെട്ടെന്ന് മെലിയുമ്പോൾ ആ ഒരു ലൂസാവും, മസിൽസ് ഇങ്ങനെ ലൂസായി പോവും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടാവും, മസിൽ പ്രോപ്പറായിട്ട് ഒന്നും ചേരില്ല. അപ്പം അതിനുള്ള എക്സസൈസ് വർക്കൗട്ടും ഞാൻ ചെയ്തിരുന്നു, കുറച്ച് കിടന്നിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് മെയിനായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഫുഡ് റെസ്ട്രിക്ഷൻസും വാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഇൻപുട്ട് കൂട്ടി, ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ വാട്ടർ ഇൻടേക്ക് കൂട്ടി. പിന്നെ ടെൻഡർ കോക്കനട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ടെൻഡർ കോക്കനട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു, കുറച്ചുകൂടി എനർജി ബൂസ്റ്റിംഗ് ആയിട്ട്. സാധാ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും എടുത്തിരുന്നു. അതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് മെയിനായിട്ട്. പോർഷൻ കൺട്രോൾ ചെയ്തിരുന്നു, കാർബ്സ് കുറച്ചു, പിന്നെ മില്ലറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതേപോലെ തന്നെ പ്രോട്ടീനും പിന്നെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ളത് ബാദാം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർണിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ ഒരു 2 മുട്ട അങ്ങനെ എടുക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ബ്രെഡ് ആണെങ്കിൽ വീറ്റ് ബ്രെഡ് അതൊരു 2 പീസ് അങ്ങനെ. അപ്പോൾ ഇതിൽ ചില സമയം പീനട്ട് ബട്ടർ വളരെ കുറച്ച്, പീനട്ട് ബട്ടർ കലറി കണ്ടന്റ് പെട്ടെന്ന് കൂടുന്നതാണ്, എന്നാലും അരിഭക്ഷണം എടുക്കണേക്കാൾ ബെറ്റർ ആണല്ലോ. അപ്പോൾ ദോശയാണെങ്കിലൊക്കെ ഞാൻ 4-5 ദോശ അതിന് കൂടുതലൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കൺട്രോളായി കിട്ടി. അങ്ങനെ ഇത് 2 എഗ് വൈറ്റ്, പിന്നെ ആയപ്പോൾ എന്താ എഗ് വൈറ്റ് മാത്രമാക്കി, ഒരു യെല്ലോ മാത്രം, ഒരു മഞ്ഞ മാത്രം എടുക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ രാവിലെ ഇടനേരത്തിലാണെങ്കിൽ സ്വീറ്റ് ക്രേവിങ്സ് വരുന്ന ടൈമിൽ കൂടുതലായിട്ടും ഫ്രൂട്ട്സ് ഇൻടേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചു. അതിൽ തന്നെ ഇപ്പോൾ കുക്കുംബർ അങ്ങനെ ഇപ്പോൾ സാലഡായിട്ടോ അതെടുത്തു. പിന്നെ ആപ്പിളൊക്കെ കാലറി കണ്ടന്റ് കൂടുതൽ, അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതൊക്കെ കുറച്ചു. ബാക്കി കൂടുതലായിട്ട് വാട്ടർ മെലന് അങ്ങനത്തെ ഫ്രൂട്ട്സാണ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് സ്വീറ്റ് ക്രേവിങ്ങും ഒന്ന് കൺട്രോളായി കിട്ടും, പിന്നെ സ്നാക്ക് ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. എന്തെങ്കിലും ഒന്നും കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഫിൽഡായി എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സറ്റേറ്റീവ് ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മെത്തേഡാണ് ഞാൻ ശരിക്കും പറഞ്ഞ പോർഷൻ കൺട്രോളും ചെറിയ തോതിലുള്ള എക്സസൈസും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. ഇതിൽ കൺസിസ്റ്റൻസി ആണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ദിവസം ചെയ്തു പിന്നെ ഡ്രോപ്പ് ചെയ്തു, മടുത്തു വിട്ടു, അതിൽ കാര്യമില്ല. നമ്മൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് മെല്ലെ ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ ബ്രേക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുക്കും, പക്ഷേ ഒരിക്കലും ഈ ഡയറ്റ് എന്നല്ല, പോർഷൻ കൺട്രോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇത്രയേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഒരുപാട് കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ. ബുദ്ധിമുട്ടാവും, പക്ഷേ എനിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഭക്ഷണം നല്ലോണം ഫുഡി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കുറയ്ക്കുമ്പോൾ, പക്ഷെ എന്താ പറയുക, വിൽ പവറോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറയ്ക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ നല്ല കഴിക്കുമായിരുന്നു, എനിക്ക് തന്നെ അറിയായിരുന്നു ഫുഡ് ആഫ്റ്റർ ബിഫോർ എടുക്കുമ്പോൾ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കുക. പക്ഷേ അത് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നോർമലി ഇപ്പോൾ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വെയിറ്റ് ലോസും പെട്ടെന്ന് വെയിറ്റ് ഗെയിനും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് അത് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പ്രോപ്പർ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടാണ് ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു നോളജ് ഇല്ലാണ്ട് കംപ്ലീറ്റ് പട്ടിണി കിടക്കുക, അത് അട്ടർ ഫൂളിഷാണ് കേട്ടോ. ചിലർ അതാ ചെയ്യുക. ഞാൻ ഇപ്പം
നമ്മളിപ്പോൾ കുറേ പേഷ്യൻറ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ഡയറ്റിനായിട്ട് വരുമ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ രാവിലെ എന്തെങ്കിലും ഒരു നേരം ഫുഡ് സ്കിപ്പ് ചെയ്യും. മാക്സിമം ഇപ്പോൾ ടീനേജ് പിള്ളേരൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വിചാരം വെയിറ്റ് കുറയുന്നതാണ്. ഇല്ല, ടോട്ടൽ അന്നത്തെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആയി പിന്നെയും ഫാറ്റ് അക്യുമുലേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്തില്ല കേട്ടോ. 3 നേരം ഞാൻ കഴിച്ചിരുന്നു. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതല്ലാണ്ട് ഇടയിലുള്ള ടൈമിൽ സ്നാക്കിന് പകരം ഫ്രൂട്ട്സും എടുത്തിരുന്നു. 5 ടൈം മീൽസ് എടുത്തിരുന്നു, പക്ഷേ പോർഷൻ കൺട്രോൾ ചെയ്തു. പിന്നെ ബൾക്ക് എടുക്കുന്നത് എപ്പോഴും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രഗ്നൻ്റ് ആയ ടൈമിലും വെയിറ്റ് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി കുറച്ചായിട്ട് കഴിക്കാനായിട്ട്. ഓവർ കഴിക്കുമ്പോൾ നമുക്കത് കുട്ടീൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. നമുക്കും വെയിറ്റ് ഗെയിൻ ആവുന്നവർ കുറച്ച് അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിക്കും. ഞാൻ പറഞ്ഞില്ല, വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ച് മാനേജ് ചെയ്യും. പിന്നെ വിശക്കുന്ന ടൈമിൽ എഗെയിൻ ഫ്രൂട്ട്സ് കുറച്ച് അങ്ങനെ കഴിക്കും. ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നടത്തം, വാക്കിങ് മസ്റ്റായിട്ട്. കാരണം അതില്ലാണ്ട് പിന്നെ പറ്റൂല. വെറും ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വലിയ വർക്കൗട്ടൊന്നും വേണമെന്നില്ല. ജിമ്മിന് പോകണം അങ്ങനെയൊന്നും ഇല്ല. വീട്ടിൽ തന്നെ നോർമൽ വാക്കിങ്. ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക ബ്രിസ്ക് വാക്കിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെ കുറച്ചുകൂടി സ്പീഡായിട്ട് അങ്ങനെ വാക്കിങ് ഒരു 40 മിനിറ്റ്സ് നന്നായി വേർക്കത്തക്ക രീതിയിൽ അത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. വാട്ടർ ഇൻടേക്ക് ശ്രദ്ധിച്ചു. കാരണം പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ടൈമിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ലോ BP ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺസേൺ ആക്കി വേണം ചെയ്യാനായിട്ട്. വാട്ടർ ഇൻടേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതേപോലെ ഫൈബർ റിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കാർബ്സിന് പകരം പ്രോട്ടീനായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം പ്രോട്ടീൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ എനർജി സ്ലോഡ് ഇതാക്കുകയാണെങ്കിലും ഹെൽപ്ഫുള്ളാണ്. പക്ഷേ കംപ്ലീറ്റ് കീറ്റോ ഡയറ്റ് അതിലോട്ട് പോയില്ല കേട്ടോ. അതായത് കാർബ്സ് കംപ്ലീറ്റ് സ്ട്രിക്ട്ലി അവോയ്ഡ് അത് പോയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എനർജി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നോക്കിയോ, ഒരു ദിവസമൊക്കെ ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ കാർബ്സ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ പറ്റുന്നില്ല. തീരെ ഡൗൺ ആവുക, എനർജി തീരെ ഇല്ലാണ്ടാവുക. സോ അതൊരു നല്ല ഓപ്ഷൻ അല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തന്നെ അത് ട്രെയിനാക്കി മാറ്റിയതാണ്. കാപ്സിൻ്റെ അളവ് കുറച്ചിട്ട് എന്നാൽ ദിവസം എടുക്കുന്നുണ്ട് താൻ, അത് ശ്രദ്ധിച്ചു. ഡോക്ടറെ, അതുപോലെ ഇപ്പോൾ പലരിലും കാണുന്നതാണ് അമിതമായിട്ട് വണ്ണം വെക്കുന്നു, അതുപോലെ വയറ് ചാടുന്നു എന്നുള്ള പലരുടെയും പ്രശ്നമാണത്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? യൂഷ്വലി നമ്മൾ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ ആദ്യം ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കൺസൾട്ട് ചെയ്യുന്നത്. ഇത് എന്തൊക്കെയാണ് ഇവരുടെ ഒരു ഇഷ്യൂസ്, എന്തൊക്കെയാണ്, എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നത്, എന്താണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കി പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും തന്നെ ചിലർക്ക് ചെയ്യാൻ പറയുന്നത്. എന്താ വെച്ചാൽ എല്ലാ വെയിറ്റ് ഗെയിനും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല. ചിലർക്ക് ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രശ്നം, അതിൻ്റെ ഫങ്ഷനിങ് കുറയുന്നത് കൊണ്ട് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി അങ്ങനെ വണ്ണം വയ്ക്കുന്ന പ്രകൃതമുണ്ട്. ഒബിസിറ്റി കാറ്റഗറി ഉണ്ട്. പിന്നെ ഇപ്പോൾ അധികം സ്ത്രീകളിലുമുള്ള PCOD ഹോർമോൺ ഇംബാലൻസ് കാരണവും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനെ ഇതൊക്കെ തന്നെ ചേർന്നിട്ട് അവർക്ക് അത് കാരണം അമിതമാണ്. അപ്പോൾ കഴിക്കുന്നതൊക്കെ ക്വാണ്ടിറ്റി അവർ കുറവായിരിക്കും. അവർ ഡയറ്റ് പ്ലാനായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. അവരുടെ അടുത്ത് നമ്മൾ ഡെയിലി ഡയറ്റ് റീകോൾ ചോദിക്കും. ഒരു 24 hours ഡയറ്റ് റീകോൾ, മോർണിംഗ് എണീറ്റ് തൊട്ട് നൈറ്റ് വരെ എന്തൊക്കെയാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്നന്നത്തേക്ക് എടുക്കുന്ന ഒരു കാലറി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 1200 ആയിരിക്കും അവരുടെ ഹൈറ്റിനകത്തുള്ള അവരുടെ വെയിറ്റിന് വേണ്ട മെയിൻറ്റെയിൻ ചെയ്യാനോ കുറയ്ക്കാനോ വേണ്ട. എന്നാൽ അതിനേക്കാൾ കുറവായിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. സ്റ്റിൽ അവരുടെ വെയിറ്റ് ലോസ് ആവുന്നുണ്ടാവില്ല. അപ്പം അത് നമ്മൾ ഡയറ്റ് വെച്ചിട്ടല്ല മാത്രമല്ല കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ അമിതവണ്ണം കാരണം ഈ കൂടുതലും വയറ് ചാടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യുന്നേ വേണം. പക്ഷെ അങ്ങനെയുള്ളൊരു വർക്കൗട്ടും ചെയ്യില്ല കേട്ടോ, വാക്കിങ്ങും അങ്ങനെയും ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അതും ഒന്ന് പ്രൊമോട്ട് ചെയ്ത് പിന്നെ വെയിറ്റ് അവർക്ക് എന്താ പറയുക ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടി ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടെ തന്നെ എന്താ കാലറീസ് കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. കാരണം അമ്മാതിരി ചിലപ്പോൾ അവർ ഫാസ്റ്റിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് 12-14 hours ഫാസ്റ്റിങ്, വാട്ടർ ഡയറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും തടി കുറയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹോർമോൺ ഇംബാലൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ LH-FSHൻ്റെ ലെവലായിരിക്കും നോക്കുന്നുണ്ടാവും. അത് പീരിയഡിൻ്റെ 2nd ഡേയിൽ നോക്കാനായിട്ട് പറയും. അപ്പോൾ നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാം. ഈ LH-FSH എന്ന് പറയുന്നത് ശരിക്കും ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:2 കാണുക. ഇപ്പോൾ LH1 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ LH3 ആണെന്നുണ്ടെങ്കിൽ FSH വന്നിട്ട് ഒരു 6 ഇങ്ങനെയാണ് കാണുക. എന്നാൽ PCOD ഉള്ളവർ ഇത് നേരെ റിവേഴ്സ് ആവും, 2:1 റേഷ്യോയിൽ മാറും. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ AMH ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് പറയും. AMH ലെവൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയും. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിപ്പോൾ 6 കൂടുതലും അല്ലെങ്കിൽ 7 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ PCODയുടെ സൈനാണ്. അതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ യൂഷ്വലി പറയുക. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് നമ്മൾ സ്കാനിങ്ങും സജസ്റ്റ് ചെയ്യാറുണ്ട്. സ്കാനിങ് ചെയ്ത് കഴിയുമ്പോഴും സിസ്റ്റിൻ്റെ അളവും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ സിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങാനുള്ള ഡയറ്റ് പ്ലാൻ ഡിഫറെൻ്റ് ആയിരിക്കും.
അത് ചുരുങ്ങാൻ പ്രോപ്പർ ചിലതിന് മെഡിസിൻസ് വളരെ വലിയ സിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും, അവർക്ക് ഇത് മാത്രം പോരാ. പിന്നെ മറ്റു ചിലർക്ക് ഇപ്പോൾ അമിതമായിട്ടുള്ള വയറ് ചാടുന്നത് ഫാറ്റി ലിവർ കാരണവും ഉണ്ടാവും. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടല്ല, അതും അരിഭക്ഷണമാണ് മെയിൻ ആള്. നോൺ വെജ് കഴിക്കണേക്കാൾ അപകടകാരിയാണ് ഈ 3 നേരം അരിഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട്, അത് ചോറിനോട് ഭയങ്കര കമ്പം കൂടുതലായിരിക്കും. PCOD ഉള്ളവരിൽ തന്നെ ചിലർ പറയുന്നുണ്ട് അവർക്ക് PCOD പ്ലസ് ഫാറ്റി ലിവർ കാണും, കോംബോ പോലെ അങ്ങനെ കാണുന്നുണ്ട്, ഒരു കോംബോ പാക്കേജ് പോലെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ചോറ് ചിലപ്പോൾ അങ്ങനെ തന്നെ പറയും, എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല. അതും ഉച്ചയ്ക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ ചോദിക്കും 1 or 2 സെർവിങ്സ് ആണ്, 4 or 5 സെർവിങ്സ് ആണ് എടുക്കുക, പറ്റില്ല ചോറില്ല. ശീലങ്ങൾ മാറ്റാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഫാറ്റി ലിവറും കൂടെ കണ്ടുവരാറുണ്ട്. അത് കാരണവും ഇതുപോലെ വയറ് ഭയങ്കര തൂങ്ങിയതായിട്ട് ഉള്ളതുണ്ട്. അധികവും ഫാറ്റ് അക്യുമുലേഷൻ വെറുതെ, അതായത് ഒബിസിറ്റി വെയിറ്റ് ഗെയിൻ കാരണം മാത്രം ആയിട്ട് വയറ് ചാടില്ല. ഒന്നെങ്കിൽ ഫാറ്റി ലിവർ, PCOD, ഇങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുണ്ടാകും. പിന്നെ ഓരോരുത്തരുടെയും പ്രകൃതമാണ്. ഇപ്പോൾ ചിലരുടെ ചില പിയർ ഷേപ്പ്ഡ് എന്ന് പറയും, അതായത് ചിലർക്ക് താഴെ മാത്രമായിരിക്കും വെയിറ്റ് കൂടുന്നുണ്ടാവുക, മുകളിലൊന്നും കൈയും അതൊന്നും മതി, അബ്ഡോമിനും തൈസും, ചിലർക്ക് തുട മാത്രം, ചില അങ്ങനെ തന്നെ ചോദിച്ചു വരും എനിക്ക് വയറ് മാത്രം കുറയ്ക്കണം, അല്ലെങ്കിൽ കാല് മാത്രം ഭയങ്കര വണ്ണം, അങ്ങനെ. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസും ചെയ്യേണ്ടി വരും, കാരണം ആ പോർഷൻ മാത്രം ഇതാക്കുക. അപ്പോൾ ചിലരുടെ പ്രകൃതം അങ്ങനെയാണ്. ചിലർക്ക് എങ്ങനെയാ വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അത് ടോട്ടൽ ബോഡിയിലെ ഫുൾ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിക്ക് എല്ലാം കൂടെ ആയിരിക്കും തടിയായിട്ട് കാണുന്നുണ്ടാവും. ചിലർക്ക് ഒരു പ്രത്യേക പാർട്ടിലായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ വയറ് ചാടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് എക്സസൈസും ചെയ്യേണ്ടി വരും. വയറ് ചാടുന്നത് കുറയ്ക്കാനായിട്ട് ഡയറ്റ് മാത്രം പോരാ, അതിന് എക്സസൈസ് ചെയ്യേണ്ടി വരും. ജിമ്മിന് പോകണമെന്നില്ല, വീട്ടിൽ തന്നെയുള്ള നമ്മുടെ സ്ക്വാറ്റിങ്ങും അബ്ഡോമിനൽ എക്സസൈസും തന്നെ പ്രോപ്പർ ഒരു ദിവസം ചെയ്തിട്ട് അങ്ങനെ വിടുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കൺസിസ്റ്റൻസി. അപ്പോൾ ഒരു ദിവസം ഒരു 5 കൗണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ തന്നെ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടെത്താനായിട്ട് പറ്റും. ഇത് ഒരു ദിവസം നമ്മൾ ചിലരെന്താ ചെയ്യുന്നറിയോ, വാക്കിംഗ് ഒന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും ശീലമില്ലാത്തവർ, നല്ല ഭക്ഷണം കഴിച്ച് അങ്ങനെ ഫുഡി ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾ പറയുമ്പോൾ അവർ എന്ത് ചെയ്യും, അടുത്ത ദിവസം തൊട്ട് വാക്കിംഗ് നമ്മൾ എണീക്കുകയാണ് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് 5-6 കിലോമീറ്റർ വാക്കിങ്ങും ജോഗിങ് ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്യും. ഒരു പണിയും ചെയ്യാണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ മസിൽ സ്ട്രെയിൻ ആവും, അടുത്ത ദിവസം മേല് വേദനയായി. പിന്നെ ഇത് ജിമ്മിൽ പോകുന്നവർക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പോയ ഉടനെ തന്നെ അവരും എപ്പോഴും സ്റ്റാർട്ടിങ് ഇതിലെ ചെറിയൊരു വാമപ്പൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക, ആദ്യമേ വലിയൊരു വർക്കൗട്ട്സ് ചെയ്യില്ല. ഇത് എല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ടുള്ള എല്ലാത്തിനും ബാധകമാകുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും, അയ്യോ പറ്റില്ല, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നതിലും പകരം സ്റ്റാർട്ട് സ്മോൾ, ചെറിയ തോതിൽ തുടങ്ങാം, എന്നിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. ഡോക്ടറെ, നമ്മൾ തടി കൂടുന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക്, നമ്മൾ സ്ട്രെസ്സ് ഒരു റീസണാണ്. കാരണം ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയും സ്ട്രെസ് ഹോർമോൺ, ഇത് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. ഉറക്കമില്ലാത്തതും തടി കൂടാൻ ഒരു പ്രത്യേക കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഫേസിലിരിക്കുന്നവർ, സ്ട്രെസ്സിൽ കൂടുതലായിട്ട് ഇരിക്കുന്നവർക്ക് സ്ട്രെസ് കൂടുന്ന സമയത്ത് വിശപ്പ് കൂടുന്നു എന്ന് പറയുന്ന ആൾക്കാർ. അതെ, അതുകൊണ്ടാണ് ചിലർ ആണ് വളരെ റയറായിട്ടുള്ളവർ സ്ട്രെസ്സ് കൂടുമ്പോൾ മെലിഞ്ഞു പോകും. എന്നാൽ ചിലർ ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ തടിച്ചു. അപ്പോൾ അവർ പറയും എനിക്ക് സ്ട്രെസ്സാണ്. കാരണം ഇവർ സ്ട്രെസ്സ് അവർ തീർക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട്. ഫുഡ് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യും, ഹാപ്പി ഹോർമോൺ. അപ്പോൾ നമുക്കതൊരു നല്ല റിലീഫ് തോന്നിക്കും. ഇപ്പോൾ സ്ട്രെസ്സുള്ള ടൈമിൽ ഈ ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി ഇവർ ഫുഡ് കഴിക്കും. ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതാ എപ്പോഴും പറയുക, ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക, എക്സസീവായിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ സ്ട്രെസ്സ് റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ട്രെസ്സ് കൂടാനുള്ള ഒരു റീസണാണ് ഉറക്കമില്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ ചിലർ ഇപ്പോൾ രാത്രി വർക്ക് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കും. ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റാണ്. അത് ഫാറ്റ് അക്യുമുലേറ്റ് ആവും. നമ്മൾ ചിലപ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ജനറലായിട്ട് തന്നെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നത് കൊണ്ടാണ്, ശരീരത്തിൻ്റെ ആ ഒരു റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഉറക്കമില്ലാത്തത് നമ്മുടെ വരുന്ന തെറ്റ്. അതേപോലെ എക്സസൈസ് തീരെ വർക്കൗട്ട് ഇല്ലാത്തത്. അപ്പം ചിലരെങ്കിലും ഇപ്പോൾ 120 kg ഉള്ള എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡോക്ടർ ഡയറ്റിൽ ഫുള്ള് കറക്റ്റാണ്, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, 120 kg ആണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഒട്ടും നടക്കാണ്ട് വെറും ഡയറ്റിൽ തന്നെ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാലും ചിലപ്പോൾ അതേ വെയിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ആവും. വേണം, എന്തായാലും നടക്കണം. ഡെയിലി 40 minutes വാക്കിംഗ്. അതുപോലെ ഓരോ ഭക്ഷണത്തിന് ശേഷവും നടക്കുന്നത് നല്ലതാണ്. എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഉറക്കം തൂങ്ങി അല്ലെങ്കിൽ എപ്പോഴും റെസ്റ്റ് എടുക്കുക. പക്ഷേ ഈ ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അവർക്ക് അങ്ങനെ ആയിപ്പോവും കേട്ടോ.
അവർ വേണം വെച്ച് ചെയ്യുന്നതല്ല. PCOD ഉള്ളവരൊക്കെ എപ്പോഴും ഒരു ക്ഷീണം പോലെ, ഉറക്കം തൂങ്ങിയ പോലെ അങ്ങനെ ഉണ്ടാവും. അത് അവരുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ്. പൊതുവെ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഇംബാലൻസ് ഒക്കെ മാറും. ഉറക്കം റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ഗെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഹോർമോൺ ഉണ്ട്, ലെപ്റ്റിനും ഗെർലിനും പറയും. ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ നമുക്ക് മതി, ഇനഫ് എന്ന് തോന്നിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഗെർലിൻ എന്ന് പറയുന്ന സാധനം ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ചുരക്കുന്നതാണ്. ഗെർലിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബിരിയാണി മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ വിശക്കണു, കഴിക്കണം, ഇനി വേണം തോന്നിക്കുന്നതാണ് ഗെർലിൻ. ഇതിലൊരു ഇംബാലൻസ് വരുമ്പോൾ ലെപ്റ്റിൻ ലെവല് എപ്പോഴും കുറച്ചൊന്ന് കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ലെപ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മതി എന്നുള്ളൊരു തോന്നൽ. ഇത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രോപ്പർ വാക്കിങ്, സൺലൈറ്റിന് എക്സ്പോഷർ, നല്ല ഉറക്കം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കുറയ്ക്കണം, ഷുഗർ ഇൻടേക്ക് കുറയ്ക്കണം. കാരണം ഇതൊക്കെ ഈ ലെപ്റ്റിൻ്റെ ലെവലിനെ എഫക്റ്റ് ചെയ്യും. ഈ ഷുഗർ ഒരുപാട് കഴിക്കുന്നവർക്ക്, ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്നവർക്ക് ലെപ്റ്റിൻ്റെ ഹോർമോണിൻ്റെ ലെവൽ ഒരു ക്വാണ്ടിറ്റി, ഒരു കറക്റ്റായിട്ടുള്ള ലെവലിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ മതിയെന്നൊരു തോന്നലുണ്ടാവില്ല. ഗെർലിനായിരിക്കും അവർക്ക് കൂടുതലായിട്ടുണ്ടാവുക. ഇനിയും വേണം എന്നുള്ളൊരു തോന്നലാണ്, ഇംബാലൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ്, ഈ തടിയുള്ളവരിൽ ഉറക്കം ശ്രദ്ധിക്കാനായിട്ട് പറയും. അതേപോലെ ഫാസ്റ്റ് ഫുഡ്, ഷുഗർ ഇൻടേക്ക്, ഷുഗർ കട്ട് ചെയ്താൽ തന്നെ പരമാവധി ഈ ബാലൻസ് റെഡിയാവും, ബ്രെയിനിലേക്കുള്ള സ്റ്റിമുലേഷൻ റെഡിയാവും. അപ്പോൾ അതുപോലെ ഗെർലിൻ്റെ ലെവൽ നമുക്ക് എന്താ വെച്ചാൽ വേണമെന്ന് തോന്നുന്നതാണ്. അപ്പോൾ തടി കൂടുതലുള്ളവരിൽ, ഫാറ്റ് സെൽസ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നവരിൽ ഈ ഇംബാലൻസ് വന്നിട്ട് എന്ത് ചെയ്യും, ഗെർലിനാണ് കൂടുതലായിട്ടും ചുരുക്കം. അതായത് വേണം, ഇനിയും വേണം എന്നുള്ള തോന്നൽ. അപ്പോൾ ബ്രെയിനിൽ അങ്ങനെയാണ് സിഗ്നൽ തരിക. നമ്മൾ കഴിച്ചത് ചിലപ്പോൾ മതിയെന്നുണ്ടെങ്കിലും ബ്രെയിൻ നെഗറ്റീവായിട്ടാണ് അവിടെ സിഗ്നൽ എത്തിക്കുക, മതിയായിട്ടില്ല, ഇനിയും വേണം. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫുൾ കഴിക്കും. ഇതിൻ്റെ ബാലൻസ് നിർത്തണമെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ, അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളാണത്. ഈ ഉറക്കം, വാക്കിങ്, അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ഷുഗർ കട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെപ്റ്റിനൊക്കെ ഒന്ന് കൂട്ടി കൺട്രോൾ ചെയ്യാൻ കഴിയും. ഡോക്ടർ, അതുപോലെ നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ തടി കൂട്ടുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? തടി കൂട്ടുന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് ഒന്നുള്ളത്. ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഐറ്റംസ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറി സ്നാക്സ്, പിന്നെ ഷുഗർ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും. അതായത് ഷുഗറിനെ എന്താ പറയുക, ഫ്രക്ടോസിനെ പെട്ടെന്ന് തന്നെ കൺവേർഷനായിട്ട് ഫാറ്റായിട്ട് മാറും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാപ്സിൻ്റെ അളവും കുറയ്ക്കുക. ഫാറ്റല്ല കുറയ്ക്കേണ്ടത്, കാപ്സിൻ്റെ അളവ് കുറയ്ക്കുക. നല്ല ഫാറ്റ് എടുക്കാം. നല്ല ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുമത്സ്യങ്ങൾ, അവക്കാഡോ, ബാദാം, പിസ്ത, അതുപോലെ നട്ട്സൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. അതാണ് കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ റെഡ് മീറ്റ്സിലൊക്കെ തന്നെ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റ്, കൊളസ്ട്രോൾ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ റെഡ് മീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. കാരണം ഈ നീർക്കെട്ട് വരാൻ മെയിൻ റീസൺ ഈ ഒരു റെഡ് മീറ്റാണ്. റെഡ് മീറ്റ് PCOD ഉള്ളവരിലൊക്കെ നമ്മൾ റെഡ് മീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ചിക്കൻ എടുക്കാം, റെഡ് മീറ്റ് കുറയ്ക്കാം, കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാമെന്നല്ല, കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റ് ഭക്ഷണങ്ങൾ ഇതാണ് മെയിനായിട്ട്. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അവോയ്ഡ് ചെയ്താൽ തന്നെ, അതേപോലെ മൈദ, വൈറ്റ് ആയിട്ടുള്ളത്, റിഫൈൻഡ് ആയിട്ടുള്ളത്, പോളിഷ്ഡ് റൈസ്, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മട്ടയരി ഉപയോഗിക്കാം. അതുപോലെ തന്നെ തവിട് കളയാത്ത അരി, അതിലൊക്കെ തൈമിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. വിറ്റാമിൻ B1 ആണ് അതിലുള്ളത്. തൈമിൻ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്. സോ അത് കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോളിഷ്ഡ് ആയിട്ട് വൈറ്റ് ആയിട്ടുള്ള വെള്ള കളറിലുള്ള എല്ലാം പോയ്സണസ് ആണെന്ന് മൈൻഡിലൊന്ന് ഓർത്തു വയ്ക്കുക. മിൽക്ക് ഉൾപ്പെടെ, കാരണം മിൽക്കും ഒരു പരിധിക്ക് അപ്പുറം ഈ കെസീൻ എന്നുള്ളൊരു പ്രോട്ടീൻ വന്ന് നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ചെറിയ കുട്ടിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈം ഉള്ളത്. പിന്നീട് അത് നമ്മൾ വലുതാവും തോറും അതൊരു വിഷാംശമായി മാറണം. അതായത് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം പ്രോപ്പർലി ഇല്ല. ഇതറിയാണ്ട് നമ്മൾ കുറേ പാല് കുടിച്ചിട്ട് കാര്യമില്ല. പലരിലും മിൽക്ക് ഇൻടോളറൻസ് ഉണ്ട്, പാല് കുടിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ പാലിൻ്റെ ഇൻടേക്കും പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല്, പഞ്ചസാര, ഇതിൻ്റെ മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, വെളുത്ത അരി, പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ്, ഇതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഡോക്ടർ, വെയിറ്റ് ലോസിന് സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും 3 ഭക്ഷണങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എഗ് വൈറ്റ് എടുത്തിരുന്നു, മുട്ടയുടെ വെള്ള, 2 മുട്ടയുടെ വെള്ള ദിവസവും എടുത്തിരുന്നു. അത് കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ കാപ്സിന് പകരം മില്ലറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. മില്ലറ്റ് ദോശ, അതേപോലെ തന്നെ മില്ലറ്റ്സിലെ മിക്സ്ചേഴ്സ് നമ്മൾ കഞ്ഞിയായിട്ടൊക്കെ വെച്ച് കുടിക്കാം, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഗ്രീൻ ടീ റെഗുലറായിട്ട് തന്നെ എടുത്തിരുന്നു. പിന്നെ ഏർലി മോർണിംഗിൽ രാവിലെ എണീറ്റ ഉടനെ ഞാൻ ഈ പട്ട, അത്
ചായയിൽ ജസ്റ്റ് പാലില്ലാണ്ട് തിളപ്പിച്ചിട്ട് കട്ടൻ ചായയിൽ പട്ട ഉപയോഗിച്ചിട്ട് തിളപ്പിച്ച് ആ വെള്ളം അത് എടുത്തിരുന്നു. കാരണം അത് മെറ്റബോളിസം കൂട്ടാൻ വളരെയധികം സഹായിച്ചിരുന്നു. ഒരു ചെറിയ കഷ്ണം എടുത്താണ് ഞാൻ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ എന്നും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യം. ഗ്രീൻ ടീ ഓഫൺ എടുക്കുമായിരുന്നു, പക്ഷേ എന്നും എടുക്കും എന്നുള്ളതല്ല, ഒരു 2 days once അങ്ങനെയൊക്കെ ആയിട്ട് ഗ്രീൻ ടീയും ഞാൻ എടുത്തിരുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അതുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. തടി കുറയ്ക്കണം എന്ന് എയിം ചെയ്യുമ്പോൾ പലരും ഒന്നെങ്കിൽ സൂംബ ഡാൻസിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ നിൽക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിമ്മിൽ പോയിട്ട് അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും അല്ല ആവശ്യം. നമ്മുടെ എന്താ പറയുക, സെൽഫ് ഡിസിപ്ലിനാണ് ആവശ്യം. നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിക്കണം. അപ്പോൾ അത് നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ ഡയറ്റ് ആദ്യം നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റി ആണോ എന്നുള്ളതൊന്ന് നോക്കാം. ക്വാണ്ടിറ്റി മാറ്റിയിട്ട് ക്വാളിറ്റി ഫുഡ് കഴിക്കുന്നുണ്ടോ നോക്കുക. ക്വാണ്ടിറ്റി കുറയ്ക്കുക തന്നെ വേണം. പോർഷൻ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് അത് കുറയ്ക്കുക തന്നെ വേണം. അതൊന്ന്. രണ്ടാമത് മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ്. മോഡറേറ്റ് ഇൻ ദ സെൻസ് ദിവസവും വാക്കിങ്, എപ്പോഴും നടക്കുക എന്നുള്ളത് ഒരു 40 മിനിറ്റ് മാത്രമല്ല, ഞാൻ അതിലും കൂടുതൽ തന്നെ നടന്നിരുന്നു, ടു ബി ഫ്രാങ്ക്. കാരണം വെറുതെ ഇരിക്കില്ല, എല്ലാ ജോലികളും ചെയ്യാം. നിന്ന് ചെയ്യുന്നതല്ല. നമുക്ക് പൊതുവേ ലേഡീസ് എന്താ വെച്ചാൽ ഇപ്പോൾ കിച്ചണിൽ എല്ലാ ജോലികളും ചെയ്യുമെന്ന് പറയും. അത് ശരിക്കും ഒരു വർക്കായിട്ട് കണക്കാക്കില്ല. കാരണം നിന്നാണ് പാത്രം കഴുകുന്നത്, നിന്നാണ് കുക്ക് ചെയ്യുന്നത്. കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് കാലിൻ്റെ മസിൽസിനും ഇതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ നടക്കുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഡേഞ്ചറസ് ആണ് കുറേ നേരം നിൽക്കുന്നത്. നടന്നുള്ള പരിപാടികൾ അത് ചെയ്യുന്നത് നല്ലതാണ്. പഠിച്ചു വരുന്നത് ഇതൊക്കെ നമുക്ക് മൂവ്മെൻറ്റിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മൂവ്മെൻറ്റിലാവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. പിന്നെ കൺസിസ്റ്റൻസി, നമ്മൾ ഡയറ്റിലായാലും അതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് ആയാലും എന്ത് കാര്യങ്ങളായാലും ഒരു ദിവസം ഒരു ഹൈപ്പിൽ പോയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതല്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതൊരു കീ ആണ്. കീ ടു വെയ്റ്റ് ലോസ്. വെയ്റ്റ് ലോസ് ചെയ്യാൻ നമുക്ക് സ്ഥിരത, നമ്മൾ ചെറിയ തോതിൽ തുടങ്ങുകയാണെങ്കിലും അത് എന്നും ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു 2 month കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ പലരും എന്താ വെച്ചാൽ ഒരു 2 ആഴ്ച ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും തന്നെ ഒന്നെങ്കിൽ നമുക്കത് മടുപ്പ് തോന്നും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരാഴ്ച നോക്കിയിട്ട് ആകെ ഒരു 1/2 കിലോയെ കുറഞ്ഞിട്ടുള്ളൂ, 1 കിലോ. ഓരോരുത്തരുടെയും വെയിറ്റ് ലോസിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ മെറ്റബോളിസം സ്പീഡപ്പ് ആവണം എന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്താ പറയുക 3 കിലോ 2 കിലോ അങ്ങനെ കുറയണമെന്നില്ല. ചിലർക്ക് ഒരു 1/2 kg കുറയുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. 1/2 kg കുറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. മറ്റേതെന്ന് കമ്പയർ ചെയ്യുമ്പോൾ 1/2 kg കുറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഇങ്ങനെ പോയാൽ കുഴപ്പമില്ല. അപ്പോൾ അതായത് അറ്റേ സ്ട്രെച്ച് 4, 5, 8 kg കുറഞ്ഞ് ഡേഞ്ചറസ് ആകുന്നതിനേക്കാൾ നല്ലത് 1/2 kg വീക്ക്ലി കുറച്ചാലും മതി. നിങ്ങൾക്ക് ഒരുവിധം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് നമ്മൾ വർക്കൗട്ട്സ് ഭാരിച്ച വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചെയ്തിട്ടുമില്ല. അത് എൻ്റെ പേഷ്യൻസിനാണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാറില്ല. മൂവ്മെൻറ്റിലായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എക്സസൈസുകൾ ചെറിയ തോതിൽ അനങ്ങിയിട്ടുള്ളതൊക്കെ ചെയ്യാം. വയറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുനിഞ്ഞിട്ടുള്ളത്, സ്ക്വാട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്വാട്ടിങ്, വാക്കിങ്, കിടന്നിട്ടുള്ള എക്സസൈസ്. കൂടുതൽ ഡെലിവറി കഴിഞ്ഞ ടൈമൊക്കെ ആയതുകൊണ്ട് ഞാൻ കിടന്നിട്ടുള്ള എക്സസൈസാണ് ആപ്സിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോർഷൻ കൺട്രോൾ. ഈ പോർഷൻ കൺട്രോൾ അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ അത് ശരിയായിക്കോളും. ഒരു 2 weeks ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ട്രാക്കിൽ വന്നോളൂ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ടൈം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റത്തെ ഡിന്നർ 7 മണിയോടുകൂടി അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. പലർക്കും അറിയുന്നില്ല അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ മാക്സിമം ഇപ്പോൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് പറ്റാറില്ല, എന്നാലും ഞാൻ 7 മണിക്ക് എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് കഴിക്കുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് ഇഫക്റ്റാണ്. അടുത്ത ദിവസം നമുക്ക് ഒരു 7 മണി 8 മണി വരെ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, ഒന്നും കഴിക്കുന്നില്ല, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. സോ അങ്ങനെയുള്ള ടൈമിൽ എന്താ വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം ടോട്ടൽ ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം റിസോൾവ് ആകും. ഡൈജഷനൊക്കെ പ്രോപ്പറും, ഈ അസിഡിറ്റി ഉള്ള പ്രശ്നമുള്ളവർ അങ്ങനെ എല്ലാം നമുക്ക് മൈൻഡും ബോഡിയും ഒക്കെ തന്നെ ഒരു റിതം സെറ്റായി വരുന്ന പോലെ തോന്നും. ഈ 7 മണിക്ക് മുന്നേ നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും അത് ശ്രദ്ധിക്കാം. അത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് കണക്കാക്കാവുന്നതാണ്. ഡോക്ടറെ, അതുപോലെ പലർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ നടത്തം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ നടത്തം നമുക്ക് തടി കുറയ്ക്കാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും നടത്തം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതിലും തന്നെ പലരും ഇപ്പം മെയിൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ വാക്കിങ്ങിന് നടക്കാൻ അവർക്ക് പ്രശ്നമില്ല. പക്ഷേ ലേഡീസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർ മോസ്റ്റ്ലി പറയുന്നത് എനിക്ക് രാവിലെ അല്ലെങ്കിൽ ആ ഒരു ടൈം പോസിബിൾ ആവില്ല, പുറത്ത് നടക്കാൻ പോസിബിൾ ആവില്ല.
അപ്പോൾ രാവിലെ തന്നെ നടക്കണമെന്നില്ല, ദിവസവും 40 മിനിറ്റ് വാക്കിംഗ് പതിവാക്കണമെന്നേ ഉള്ളൂ. രാവിലെ ചെയ്താൽ ബെറ്റർ, അത്രയേ ഉള്ളൂ. ഇനി പുറത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നടക്കാം. 8 ഷേപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കാൻ പറ്റും. 8 നടക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് നടക്കുമ്പോൾ ഒരു 10 നടത്താം, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കും നമ്മൾ കുഴയും, സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഈ 8 ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ നമുക്ക് ഒരു സർക്കിൾ പോലെ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. വാക്കിംഗ് വളരെയധികം ബെനിഫിറ്റാണ്. നമ്മുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടാനും എന്താ പറയുക, തടി കുറയ്ക്കാനും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് വാക്കിംഗ്. മറ്റ് എന്ത് എക്സസൈസ് ചെയ്തില്ലെങ്കിലും വാക്കിംഗ് മസ്റ്റാണ്. ഡോക്ടറെ, ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് ഏതൊക്കെയാണ്? വെയിറ്റ് ലോസിന് ഡ്രിങ്ക്സ് ഉണ്ട്. വെയിറ്റ് ലോസിന് മെയിനായിട്ട് ഗ്രീൻ ടീ നല്ല എഫക്റ്റീവാണ്. ഗ്രീൻ ടീ മെറ്റബോളിസം കൂട്ടാനായിട്ട് എഫക്റ്റീവാണ്. അതേപോലെ തന്നെ രാവിലെ ഈ പട്ട ഉപയോഗിച്ച് ചായ തിളപ്പിച്ച് കുടിക്കുന്നത് എഫക്റ്റീവാണ്. അതിൽ തന്നെ നമ്മൾ ലെമണും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതുപോലെ തിളച്ച വെള്ളത്തിൽ ഇത്തിരി ലെമൺ പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതും മെറ്റബോളിസം കൂട്ടാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. നമുക്ക് ഗാർസീനിയ ഗാംബോജിയ എന്നുള്ള ഒരു മെഡിസിൻ ഉണ്ട്. ആക്ച്വലി ഗാർസീനിയ ഗാംബോജിയ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ കുടംപുളി, ഇതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന വേറൊരു മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇത് ഡൈജഷൻ പ്രശ്നം അത് ഒഴിവാക്കാനും അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും നമുക്ക് ഈ അപ്പറ്റൈറ്റ് ഉണ്ടോ, വിശപ്പ് ഉണ്ടാവില്ല, അത് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഈ ഗാർസീനിയ ഗാംബോജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗാർസീനിയ ടിഞ്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് ഞാൻ യൂഷ്വലി പേഷ്യൻസിന് സപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ഞാനും എടുത്തിരുന്നു, ഫസ്റ്റ് ഒരു 2 വീക്സ് അങ്ങനെ എടുത്തിരുന്നു. അത് നല്ല റിസൾട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ അപ്പറ്റൈറ്റ് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് എഫക്റ്റീവാണ്. ഡ്രിങ്ക്സിൽ നമ്മൾ ഗ്രീൻ ടീയും അതേപോലെ ഈ കറുവപ്പട്ട ഉപയോഗിച്ചിട്ടുള്ളത്, അത് PCOD ഉള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. ഈ കറുവപ്പട്ട ഉപയോഗിച്ചിട്ടുള്ള ചായ കുടിക്കുന്നത്, ഗ്രീൻ ടീയും ഈക്വലി എഫക്റ്റീവാണ്. അതേപോലെ ചൂടുവെള്ളത്തിൽ ലെമൺ പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതും എഫക്റ്റീവാണ്. പിന്നെ രാവിലെ വെറും വയറ്റിൽ തേൻ എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. 100% നമുക്ക് റിസൾട്ട് എഫക്റ്റീവായിട്ടുള്ളതല്ല ഈ തേനും ഹോട്ട് വാട്ടറും എന്നൊക്കെ പറയുന്ന ആ ഒരു കോമ്പിനേഷൻ. തേന് സെപ്പറേറ്റ് എടുക്കാം, പക്ഷേ ഏർലി മോർണിംഗിൽ അങ്ങനെ എടുക്കുന്നത് എല്ലാ ടൈമും വെയിറ്റ് ലോസിന് ബെനിഫിറ്റ് ആവുന്നുള്ളത് 100% ഇഫക്റ്റീവ് അല്ല. ഡോക്ടർ, ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? വെയിറ്റ് ലോസിനുള്ളൊരു ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടാണെങ്കിലും തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാമെന്ന് വേണ്ട, സ്റ്റാർട്ട് സ്മോൾ, ചെറുതായിട്ടാണെങ്കിലും തുടങ്ങാം. അടുത്തത് കൺസിസ്റ്റൻസി, സ്ഥിരത, അത് മെയിൻറ്റെയിൻ ചെയ്യുക. വാക്കിംഗ് മസ്റ്റായിട്ട്. അപ്പോൾ ഡയറ്റാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ചെറിയ തോതിൽ തുടങ്ങാം, അത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അതൊരു 20 ദിവസം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു 10 ഒക്കെ കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളതിനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. വാക്കിങ് മസ്റ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വാക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഡെയിലി 40 മിനിറ്റ്സ് അല്ല 1 അവർ വാക്കിംഗ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ടോട്ടൽ ബോഡി ഒരു ഋതത്തിൽ വരുന്ന പോലെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് 3 ഷോർട്ട് കട്ട്സ്. ഡോക്ടർ, ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ ഭാഗമാക്കാൻ പറ്റും? ഡെലിവറി കഴിഞ്ഞവർക്ക് ആക്ച്വലി ഫീഡിങ് ചെയ്യുന്നവർ ഉടനെ തന്നെ നിങ്ങൾ പോർഷൻ കൺട്രോളിൽ പോരുത്. കാരണം നിങ്ങൾക്ക് സാധാരണ കഴിക്കുന്ന ആളുകളിനേക്കാളും കാലറി ഇൻടേക്ക് ഇത്തിരി കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് എടുക്കുക. പക്ഷേ വാക്കിംഗ് അത് മസ്റ്റാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം, അതായത് കുട്ടി ഉറങ്ങുന്ന ടൈമിലാണെങ്കിലും ഉറക്കം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലെഗ് റൈസിങ് ടൈപ്പിലുള്ള എക്സസൈസുകൾ കിടന്നുകൊണ്ട് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം കിടക്കുമല്ലോ, ആ സമയം അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ആപ്സും തൈ മസിൽസൊക്കെ ഒന്നൊരു കൺട്രോളിൽ വരും. നമുക്ക് മസിൽസൊക്കെ ഒന്ന് പ്രോപ്പറാവും. പിന്നെ പ്രോപ്പർ വെയിറ്റ് ലോസ് നിങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫീഡിങ് മെയിൻലി അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും കഴിയണം. എന്നിട്ട് വേണം നിങ്ങൾ പോർഷൻ കൺട്രോളൊക്കെ തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ മിൽക്ക് ഔട്ട്പുട്ടിനെ അത് എഫക്റ്റ് ചെയ്യും. പാലിൻ്റെ ഇത് ഔട്ട്പുട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ ഗ്രോത്തിനെ കൂടെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് വെയിറ്റ് ലോസ് ജേണിക്ക് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കും, കുട്ടി ഡെലിവറി കഴിഞ്ഞ് എത്രയും? ഡോക്ടർ 3 മാസമായിട്ടുള്ളൂ. ഞാൻ പറയും 3 മാസം കഴിഞ്ഞിട്ട് വരൂ. കാരണം ബേബിയുടെ ഹെൽത്താണ് ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വെയിറ്റ് ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലറി നമ്മൾ കുറയ്ക്കുമല്ലോ, പോർഷൻ കൺട്രോൾ ആകും. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഇത്രയും കാലം കിട്ടിയിരുന്ന ആ ഒരു മിൽക്ക് ഔട്ട്പുട്ട് കുറഞ്ഞു വരും. അത് കുട്ടിയുടെ ഗ്രോത്തിന് എഫക്റ്റ്, കുട്ടിയോട് ചെയ്യുന്ന ചതിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യരുത്. അത് ഫീഡിങ് നിർത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാനിൽ വരാം. ഡയറ്റ് സെറ്റാക്കാം,
എക്സസൈസ് മൈൽഡ് രീതിക്ക് എല്ലാം ചെയ്യാം. സെൽഫ് മോട്ടിവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വേറെ ആരും പുറത്തുനിന്ന് മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യൂ എന്ന് പറയില്ല. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാം. നമ്മുടെ ഓൾഡ് പിക്ക് നോക്കാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം. നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. എത്രത്തോളം വെയിറ്റ് കുറയ്ക്കണം, ഓക്കെ ഇതാണ് നമ്മളിങ്ങനെ സ്ലിം ആകുന്നതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മുടെ മനസ്സിൽ ഇൻറ്റൻഷനായിട്ട്, അതായത് ഇൻറ്റൻസ് ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് പ്രവർത്തിക്കും കൂടി ചെയ്യണം. കാരണം വെറുതെ ഡ്രീം മാത്രം കാര്യമില്ല, നമ്മൾ ചെയ്യണം. അതിന് ആക്ഷനും കൂടി എടുത്തു കഴിയുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെറിയ ആക്ഷൻ മതി. അറ്റ് എ ടൈമിൽ എന്തോ പറയുക, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുമല്ലോ. ഒറ്റ ദിവസത്തിൽ നമുക്കെല്ലാം നടക്കില്ല. എല്ലാം ഒരു ചെറിയ ലെവലിൽ തുടങ്ങാം. തീർച്ചയായിട്ടും ഫീഡിങ് നിർത്തിയതിന് ശേഷം പോർഷൻ കൺട്രോൾ, അതേപോലെ വാക്കിങ്, പിന്നെ അതിലും പോർഷൻ കൺട്രോൾ ചെയ്യുമ്പോഴും ക്വാളിറ്റി ശ്രദ്ധിക്കുക. കാരണം കുട്ടീനെയും ടോട്ടൽ ഫാമിലിനെ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്താണ് ഏറ്റവും, ഒരു മദറിൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്വാളിറ്റി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ, നട്ട്സ് ആൻഡ് സീഡ്സ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊന്നും നമുക്ക് കാലറി കണ്ടൻറ്റ് അധികം ഉള്ളതല്ല. ഇതിൽ കാലറി കണ്ടൻറ്റ് കൂടുതലുള്ള ഇപ്പോൾ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ കപ്പ, സ്വീറ്റ് പൊട്ടാറ്റോ, അതേപോലെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സും കാലറി കണ്ടൻറ്റും കൂടുതലാണ്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ബ്രൊക്കോളി അല്ലെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ്, ഇതിനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കാലറി കണ്ടൻറ്റ് ഒരു ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ വെള്ളരിക്ക, കുക്കുംബർ എന്ന് പറയുന്നത് അതിനെ ഓൾമോസ്റ്റ് 0 കാലറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പൊക്കെ ഉള്ള ടൈമിൽ അത് ഒരു ഹാഫ് ബൗള് ഇത്തിരി പെപ്പർ ആൻഡ് സോൾട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ്ങിന് കേർഡോ യോഗട്ടോ മിക്സ് ചെയ്ത് അതെടുക്കാം. ഫില്ലിംഗ് ആണത്. അത് ഓൾമോസ്റ്റ് 0 കാലറി. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിലും ഒരു 15 കാലറീസൊക്കെ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ അപ്പിറ്റേറ്റും കൺട്രോൾ ആക്കും. അങ്ങനെ മാറ്റിപ്പിടിക്കാം. അതേപോലെ സാലഡുകൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. അതായത് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൾസ്, അതായത് മുളപ്പിച്ച പയറുകൾ, ചെറുപയറായിക്കോട്ടെ, കടലയാണെങ്കിലൊക്കെ മുളപ്പിച്ചത്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാരറ്റ് ചീകിയത്, അങ്ങനെ ഒരു സാലഡുകളൊക്കെ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഇടയിലുള്ള ടൈമിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ നൈറ്റ് ഭക്ഷണം തന്നെ അങ്ങനത്തെ ഒരു സാലഡ് ആക്കിയിട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും അപ്പിറ്റേറ്റും കൺട്രോൾ ആവും, നമ്മുടെ ക്രേവിങ്സും കൺട്രോൾ ആവും. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, വേറൊരു രീതിയായിട്ട് ഈ ആഫ്റ്റർ ഡെലിവറി ന്യൂട്രീഷ്യസുമാണ്, എന്നാൽ പിന്നെ നമുക്ക് വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. ഡോക്ടർ, ഇപ്പോൾ തടി നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ അത് ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അതെന്തൊക്കെയാണ്? തടി ഒരുപാട് കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ ജെൻസിലാണ് എന്നുണ്ടെങ്കിൽ BP, അതിപ്പോൾ 30s-ലും 30-കളിലും 28-കളിലുള്ള ആളുകൾക്ക് വരെ BP വരാനുള്ള ഒരു റീസൺ ഒബിസിറ്റി എന്നുള്ളൊരു കാരണമുണ്ട് മെയിനായിട്ട്. അപ്പോൾ തടി കൂടിക്കഴിഞ്ഞാൽ അത് വരും. അതേപോലെ തന്നെ ഫാറ്റി ലിവർ വരും, ഹാർട്ട് കോംപ്ലിക്കേഷൻ വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും, നമ്മുടെ ഷുഗർ കൺട്രോളിൽ അല്ലാത്തൊരവസ്ഥ, ടൈപ്പ് 2 ഡയബറ്റിസിന് കാരണമാകും. തടി കൂടുന്നത് എല്ലാ അപകടകാരിക്കും ഒരു തുടക്കം എന്ന് പറയാം. അതായത് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു തുടക്കമാണ് ഇത്. കൺട്രോളിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇൻ ദ സെൻസ് ഒരു 5-6 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വരാൻ. തടി ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ BP ഡെഫിനറ്റ് ആയിട്ടും ഷൂട്ട് ചെയ്യും, BP ഷൂട്ടാവും. അതേപോലെ തന്നെ ഡയബറ്റീസും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫാറ്റി ലിവറൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നീട് അത് സിറോസിസ്, ലിവറിൻ്റെ കോംപ്ലിക്കേഷനിലോട്ട് പോവുക, അതൊക്കെ വരും. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലർക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, അത് വെയിറ്റ് ഭയങ്കര ഹാർട്ട് റേറ്റ് ഒക്കെ ടോട്ടലി, അത് ഹാർട്ട് പമ്പിങ് എഫക്റ്റ് ചെയ്യാണത്. അപ്പോൾ അത് അമിതമായിട്ടുള്ള കാരണം ക്ഷീണം ഒരുപാട് ഉണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാതാവുക. ഇത് നമുക്ക് എന്താ ചെയ്യും, ബ്രെയിനിന് തന്നെ ഒരു ആക്റ്റീവ് അല്ല, ഒരു മന്ദിപ്പ് പോലെ വരും. അങ്ങനെ ഒരുപാട് അസുഖങ്ങളെ നമ്മൾ കാർഡിയാക് ഇഷ്യൂ, ഹൃദയത്തിൻ്റെ ആരോഗ്യം, കരളിൻ്റെ ആരോഗ്യം, പാങ്ക്രിയാസിൻ്റെ ആരോഗ്യം, അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ ആന്തരിക അവയവത്തിനെയും ബാധിക്കുന്നതാണ് അതിന് ചുറ്റുമുള്ള കൊഴുപ്പ്. കാരണം ഈ കൊഴുപ്പ് നമ്മുടെ സ്കിന്നിലാണ് ആദ്യം അടിഞ്ഞുകൂടുക, പക്ഷേ സ്കിന്നിൽ കൂടി പിന്നീട് വരുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ചുറ്റും ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ലിവറിൻ്റെ കരളിന് ചുറ്റും അടിഞ്ഞുകൂടുമ്പോഴാണ് അതിന് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ധമനികളിൽ അല്ലെങ്കിൽ ആർട്ടറീസിൽ അടിഞ്ഞുകൂടുമ്പോൾ കൊളസ്ട്രോൾ കൂടും, അപ്പോൾ ഹാർട്ട് പമ്പിങ്ങിന് എഫക്റ്റ് ചെയ്യും. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഒരു കുഴലുകളിലെ വാൾസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് എതറോസ്ക്ലിറോസിസ് എന്ന് പറയും. അതായത് ഈ കൊളസ്ട്രോളും ഇതുപോലെ ഫാറ്റ് സെൽസുകളൊക്കെ കട്ടിയായിട്ട് അടിഞ്ഞുകൂടി ആ ധമനികൾ തന്നെ ഭയങ്കര ഹാർഡായി മാറും, അത് പൊട്ടാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നീട് സ്ട്രോക്കിന് കാരണമാവാം. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ തടി കൂടുതൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കുക, ചിലർക്ക്
വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും ബോഡിയിൽ കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റിനേക്കാൾ, അത് നീർക്കെട്ടുള്ളതായിരിക്കും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡുകളാണ് അവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ തടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീമോഗ്ലോബിനും എപ്പോഴും ബ്ലഡ് കൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് അനീമിയ കണ്ടീഷൻ കാരണം തടി വെച്ച് വരുന്നവരുണ്ട്. അപ്പോൾ സീറം ഫെറിറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സീറം ഫെറിറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ എത്രത്തോളം അയൺ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ അതും ഇൻഫ്ലമേഷനും നീർക്കെട്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നീർക്കെട്ട് കൂടുതലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മൈദ, അതേപോലെ ഗോതമ്പ്, ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറയും. ഈ ഗോതമ്പിൻ്റെ ഭക്ഷണം ഇതൊക്കെ കൂടുതലായിട്ടും ചിലർക്ക് ഇതുപോലെ ഇൻഫ്ലമേഷൻ കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ മൈദ ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ അവരുടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. നീർക്കെട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്, ശരീരത്തിൽ മൊത്തത്തിലൊരു ഇൻഫ്ലമേഷൻ വന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഫാറ്റ് ശരിക്കും തടി കൂടിയവരിൽ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടും അതിൻ്റെ കൊടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും തടി കൂടുന്നത് അപകടകാരി തന്നെയാണ്. അതേപോലെ ചിലരിപ്പോൾ തടി കൂടുന്നത് അപകടകാരിയായ പോലെ തന്നെ സ്ലിം ആയിട്ടുള്ളവർ കൊളസ്ട്രോളൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സ്ലിം ആയിട്ടുള്ളവരിലും കൊളസ്ട്രോൾ വരാം. അപ്പോൾ അതുകൊണ്ട് സ്ലിം ആയിട്ടുള്ളവർക്ക് ഒരു അസുഖവും വരില്ല എന്നല്ല, താരതമ്യേന മറ്റ് അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അതെ, സാധ്യത കുറവാണ്. സ്ലിം ആയിട്ടുള്ള നമ്മൾ ആരോഗ്യം നമ്മൾ കീപ്പപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് കൊഴുപ്പ് അവിടെ അടിഞ്ഞു കൂടുന്നില്ലല്ലോ, മറ്റ് ആന്തരിക അവയവങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അതന്നെ വലിയൊരു ബെനിഫിറ്റ് അല്ലേ. അതെ. ഡോക്ടർ, അതുപോലെ തന്നെ തടി കൂടുന്നത്, സ്ത്രീകളിൽ തടി കൂടുന്നത് അവരുടെ പ്രഗ്നൻസിനൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്, അത് സ്ത്രീകളിലാണെങ്കിലും ജെൻസിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഹൈറ്റിനൊത്ത് വെയിറ്റ് ആയിരിക്കും. എസ്പെഷ്യലി ലേഡീസിന് കൊഴുപ്പ് ഒരുപാട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഹോർമോൺസ്, നമ്മുടെ സെക്സ് ഹോർമോൺസ് എന്ന് പറയും, എസ്ട്രജൻ ആണെങ്കിലും പ്രൊജസ്ട്രോൺ ആണെങ്കിലും, ഇതൊക്കെയാണ് നമ്മുടെ കറക്റ്റ് അണ്ടവിസർജനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ടോട്ടലി എഫക്റ്റ് ചെയ്യും ഈ ഫാറ്റ് സെൽസ് കൂടുതലായി അക്യുമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കേസസിൽ, കുട്ടികളില്ലാതെ വരുന്ന കേസസിൽ നമ്മൾ തടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തടി കുറയ്ക്കാനായിട്ട് അവർക്ക് സജഷൻ കൊടുക്കാറുണ്ട്. അവരുടെ ഹൈറ്റിനൊത്തുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയലുണ്ട്. അല്ലെങ്കിൽ അത് ഇത് മാത്രമല്ല, ഈ ഹോർമോൺ ഇംബാലൻസ് പിന്നീട് PCOD ഇഷ്യൂസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. PCOD ഉള്ളവർക്കും തടി കൂടും, തടി കൂടിയവരിലും PCODക്ക് കാരണമാവും. അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷനാണ്, കോറിലേറ്റഡ് ആണ് രണ്ടും. അപ്പോൾ അത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ അതൊരു പ്രധാന കാരണം തന്നെയാണ്. അമിതവണ്ണം എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസ് ആണ് അതിന് കാരണമാവുന്നത്. പിന്നെ അവർക്ക് ഡയബറ്റിസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അവിടെയും ഒരു ഇൻസുലിൻ ഇതിൽ കൺട്രോൾ ആവാതിരിക്കും. അങ്ങനെ പിന്നെ യൂട്രസിൻ്റെ ഹെൽത്ത്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ തന്നെ അഫെക്ഷൻ വരുന്നുണ്ട്. തടി ഒരു പ്രോപ്പർ ലെവലിൽ മെയിൻറ്റെയിൻ ആയാൽ മാത്രമേ എളുപ്പം കൺസീവ് ആകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ തടിയുള്ളവർ കൺസീവ് ആവുകയില്ല എന്നല്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. തടി ഉണ്ടായി കഴിയുമ്പോൾ അവർ കൺസീവ് ആയി കഴിയുമ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം അമിതമായിട്ടുള്ള വണ്ണം കാരണം ചിലപ്പോൾ അവർക്ക് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ BP കൂടാം, അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അത് കുട്ടിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസി ബിഫോർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന പറഞ്ഞത്, അല്ലാതെ തടിയുള്ളവരിൽ കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെയല്ല. എന്നാലും മറ്റ് മെലിഞ്ഞവരെ അപേക്ഷിച്ച് ഉള്ളവരിൽ കുട്ടികൾ ഉണ്ടാവാൻ കുറച്ച് വൈകാറുണ്ട്. പഠനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ PCOD ഉള്ള സ്ത്രീകളൊക്കെ അവരുടെ മുഖത്ത് നോക്കി അത് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് PCOD ഉണ്ട് എന്നുള്ളത്? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് കഴുത്തിൻ്റെ ബാക്കിലുള്ള ഒരു കറുപ്പ്, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കറുത്ത നിറം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു ഫസ്റ്റ് സൈനാണ്. പിന്നെ അവരുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പിമ്പിൾസ് നിറഞ്ഞിരിക്കുക, ഭയങ്കര പഫി ആയിട്ട് പിമ്പിൾസ് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത് രണ്ടും മെയിനാണ്. അത് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ചിലർക്ക് എങ്ങനെയാ വെച്ചാൽ മുടി ഒപ്പം, അതായത് മെയിൽ ബാൾനെസ് എന്നുള്ള രീതിക്ക് തല ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോവാം, മുടി കൊഴിച്ചിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ഫേസ് കാണുമ്പോൾ നമുക്ക് മുടി കയറി പോകുന്നത്, ഭയങ്കര ഓയിൽ സ്കിൻ, പിമ്പിൾസ്, ഒരു എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാത്ത പിമ്പിൾസാണെന്ന് അവർ പറയും ചിലപ്പോൾ. അതിൻ്റെ ഒപ്പം തന്നെ ഈ കഴുത്തിൽ ഭയങ്കര കറുത്ത നിറം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ എവിടെയായിട്ട് ആ ബ്ലാക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് PCOD. ഒപ്പം ഭയങ്കര കുറച്ച് തടി, ഒബീസിറ്റി ഉണ്ട്, അതായത് അവരുടെ ഹൈറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴുത്ത് കുടുങ്ങിയ പോലെ ആയിരിക്കും കണ്ടാൽ തന്നെ. അതുപോലെ ഫേസിലുള്ള ഹെയർ ഗ്രോത്ത് മസ്റ്റാണ്. കാരണം PCOD ഉള്ളവരിൽ ഹോർമോൺ ഇംബാലൻസ് കാരണം അതും കാണുമ്പോൾ അറിയാം. അത് ചിലപ്പോൾ ചിലർ റിമൂവ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും അവർ പറയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫേസിലെ ചിന്നിലൊക്കെ ഹെയർ, ഇത് ചിന്നിലെ ഹെയർ, അതേപോലെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്
കറുത്തത്, കഴുത്തിലെ കറുപ്പ് നിറം, അതേപോലെ ഫേസിലെ പിമ്പിൾസ്, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും, പിടികിട്ടും. ഇനി അവരില്ല ഡോക്ടറെ എനിക്ക് PCOD ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അടുത്ത് ചോദിക്കുന്നത് പീരിയഡ്സ് റെഗുലർ ആണോ? ഇല്ല മാഡം, 2 months once 3 months once. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് PCOD ഇല്ല എന്നറിയാൻ ചോദിച്ചാൽ അവർ പറയും ഇല്ല ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ സ്കാനിനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് PCOD ഉണ്ട് എന്നുള്ളത് അറിയാം. പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടാവും. ഇതാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു മോൻ കണ്ട മനസ്സിലാക്കാൻ പറ്റുന്നു. ഡോക്ടറെ അതുപോലെ തന്നെ PCOD ഉള്ള ഒരാൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് PCOD നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം? നമ്മളിത് മെഡിറ്ററേനിയൻ ടൈപ്പ് ഡയറ്റ് എന്ന് പറയും. അപ്പം ഈ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഡയറ്റുകളാണ്, ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ സീഡ്സ് നല്ലതാണ്, വിത്തുകളെല്ലാം തന്നെ പംകിൻ സീഡ്, അതേപോലെ തന്നെ ചിയ സീഡ്സ്, ഇതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഒന്നാണ് ഈ ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൊക്കോളി അത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ചീര എല്ലാം വളരെ എഫക്റ്റീവാണ്, ചീര നല്ലതാണ്. നട്ട്സ്, പിന്നെ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പിന്നെ ഓലിവ് ഓയിൽ നമ്മൾ എന്താ പറയുക, റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ മറ്റ് എണ്ണ, ഇപ്പോൾ വെളിച്ചെണ്ണേനേക്കാളൊക്കെ ഓലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. അത് ഈ ആൻഡ്രജൻ്റെ ഹോർമോൺ, ഈ ആൻഡ്രജൻ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണാണ്, അതുപോലെ എസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീ ഹോർമോണാണ്. പക്ഷേ സ്ത്രീകളിലും പുരുഷനിലും ഈ 2 ഹോർമോണുണ്ട്. പക്ഷേ അതിൻ്റെ ബാലൻസ് മാറുന്നു എന്ന് മാത്രം. ആണുങ്ങളിൽ ആൻഡ്രജൻ്റെ ലെവൽ കൂടും, സ്ത്രീകളിൽ എസ്ട്രജൻ്റെ ലെവൽ കൂടും. എന്നാൽ ഈ PCOD ഉള്ളവരിൽ ആൻഡ്രജൻ്റെ ലെവൽ കൂടും. അപ്പം അതുകൊണ്ടാണ് ഈ രോമ വളർച്ചയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അത് കൺട്രോളായിട്ട് വെക്കാൻ ഈ വെർജിൻ ഓലിവ് ഓയിൽ വളരെയധികം ഇഫക്റ്റീവാണ് ഇവരുടെ PCODയുടെ സിസ്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്. ഇലക്കറികളും പച്ചക്കറികളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അന്നജം പരമാവധി കുറച്ചിട്ട് നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പ്രോട്ടീനിൽ റെഡ് മീറ്റ് ഒഴിവാക്കാം. അല്ലാതെ നമ്മൾ ധാന്യങ്ങൾ, പരിപ്പ്, അങ്ങനെ പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ടല്ലോ, വെജിറ്റബിൾസിലുള്ള പരിപ്പുകളും ധാന്യങ്ങളൊക്കെ അത് എടുക്കാനായിട്ട് പറ്റും. ചെറുപയർ അതൊക്കെ എടുക്കാം. പരമാവധി റെഡ് മീറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡോക്ടർ അതുപോലെ തന്നെ PCOD ഉള്ള ആൾക്കാർ തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലേ, അത് ഏതൊക്കെയാണ്? തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. അതേപോലെ ബേക്കറി ഐറ്റംസ് തന്നെയാണ് ഒഴിവാക്കുന്നത്. പിന്നെ എണ്ണയിൽ വറുത്തത്, പൊരിച്ചത്, ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതേപോലെ റെഡ് മീറ്റ് ഒക്കെ തന്നെ നീർക്കെട്ട് ഇത്തിരി കൂട്ടും. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്തുണ്ടെങ്കിലും നമ്മൾ ഈ റെഡ് മീറ്റ്, അതായത് മട്ടനും അതേപോലെ തന്നെ ബീഫ്, പോർക്ക്, ഇത് പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയേക്കാളൊക്കെ നല്ലത് ഒലിവ് ഓയിലാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. കുക്കിങ്ങിന് ഓലിവ് ഓയിലിൻ്റെ കണ്ടൻ്റാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്. കാലറിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ വെളിച്ചെണ്ണയും അതേപോലെ ഒലിവ് ഓയിലും. പക്ഷേ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം എഫക്റ്റീവാണ്. omega-3 ഫാറ്റി ആസിഡൊക്കെ അധികം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓലിവ് ഓയിൽ റെഗുലറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അവക്കാഡോ ഫ്രൂട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ PCOD വെയിറ്റ് ഗെയിൻ ഉള്ളവർ അധികം പഴുത്ത മാമ്പഴം, ചക്ക അത് കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കാലറി കണ്ടൻറ്റ് കൂടുതലാണ്, കാലറി റിച്ച് ആണ്. പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ഷുഗർ സ്പൈക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡോക്ടറെ, ഈ PCOD മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 4 ശീലങ്ങൾ എന്തൊക്കെയാണ്? PCOD മാറ്റാനായിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് BMI മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കിങ് സ്ഥിരമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോർഷൻ കൺട്രോൾ, മെയിനായിട്ട് കാപ്സും അതേപോലെ തന്നെ വറുത്തത്, ഫ്രൈഡ് ഐറ്റംസ് അത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. PCOD ഉള്ളവർക്ക് ക്രേവിങ്സ് കൂടുതലായിരിക്കും, സ്വീറ്റ് ക്രേവിങ്സ്. അപ്പോൾ സ്വീറ്റ് ക്രേവിങ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ കേക്കോ അങ്ങനെ പേസ്ട്രി ഐറ്റംസൊക്കെ കഴിക്കുന്നതിന് പകരം സ്വീറ്റ് കോൺ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അങ്ങനെ എടുക്കാം. സ്വീറ്റ് കോൺ നിങ്ങൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. സ്വീറ്റ് പൊട്ടേറ്റോ എടുക്കാം. വൺസ് ഇൻ എ വൈൽ സ്വീറ്റ് പൊട്ടേറ്റോ വളരെ എഫക്റ്റീവാണ്. ഹോർമോൺ ഇംബാലൻസിനൊക്കെ വളരെയധികം നല്ലതാണ്. അതെടുക്കാം. ക്യാരറ്റ് എടുക്കാം. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ട്രൈ ചെയ്യാം. പരമാവധി പുറത്തുനിന്നുള്ള ഫുഡും ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വാക്കിങ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഹോർമോൺ ഒരുപാട് ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ മെഡിക്കേഷൻ എടുക്കേണ്ടി വേണം. കാരണം ഡയറ്റും എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റെമഡീസും കൂടെ, ഞാൻ പറഞ്ഞ പോലെ കറുവപ്പട്ട ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. നമ്മുടെ പീരിയഡ് ഇറഗുലാരിറ്റിയൊക്കെ ഹോർമോൺ ഇംബാലൻസിന്. പിന്നെ ഏറ്റവും ഒന്നാണ് ഈ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ സീഡ് സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് പീരിയഡ്സിൻ്റെ ആദ്യത്തെ 14 ഡേയ്സ് നമ്മൾ ചില സീഡുകൾ, ചില വിത്തുകൾ പറയും പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട്.
എന്നിട്ട് നെക്സ്റ്റ് 14 ഡേയ്സിൽ വേറെ വിത്തുകൾ. അപ്പോൾ സീഡ് സൈക്ലിംഗ് മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ 14 ദിവസം ഇത് എടുക്കുമ്പോൾ, പീരിയഡ്സിൻ്റെ ആദ്യത്തെ 14 ദിവസം എടുക്കുമ്പോൾ അത് ഒരു ടൈപ്പിൽ ബോഡിയിൽ ആക്ട് ചെയ്ത് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സീഡ് സൈക്ലിംഗ് മെത്തേഡ് നമ്മൾ സജഷൻ കൊടുക്കാറുണ്ട്. അതായത് വിത്തുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പംകിൻ സീഡ്, ചിയാ സീഡ്സ്, അതുപോലുള്ള ഈ വിത്തുകളിലെല്ലാം തന്നെ കൂടുതൽ സെലീനിയം കണ്ടൻറ്റ്, സിങ്ക് കണ്ടൻറ്റ് ഒക്കെ വളരെയധികം കൂടുതലാണ്. ഹോർമോൺ ഇംബാലൻസിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത്. പീരിയഡ് ഇറഗുലാരിറ്റി മാറാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ സീഡ് സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പിഡ് LDL-ഉം VLDL-ഉം ആണ് നമ്മളത് മെയിനായിട്ട് പറയാറ്. ഇത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ട് ഒരു പരിധിക്കപ്പുറം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പുറത്ത് കാണിക്കുള്ളൂ. ഇനീഷ്യലി കൊളസ്ട്രോൾ കൂടുമ്പോൾ നമുക്ക് വരുന്നത് ക്ഷീണം അനുഭവപ്പെടാം, എപ്പോഴും ഒരു ക്ഷീണം, ഉറക്കത്തിൻ്റെ ഒരു പ്രോബ്ലം, അതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരിക. കൊളസ്ട്രോൾ നമ്മൾ ജനറലായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുക. അതിപ്പോൾ 200 എന്നുള്ളത് 210 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറ്റ് വെച്ച് തന്നെ സെറ്റാക്കാനായിട്ട് പറ്റും. അമിതമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കൊളസ്ട്രോളിൻ്റെ സൈന് BP ആയിട്ടാണ് കാണുക. കൊളസ്ട്രോൾ കൂടി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാലായിട്ട് BP വരും. BP കൂടണം, കാരണം അത്രയും പ്രഷർ കൊടുത്തിട്ട് വേണ്ട ധമനികളിലൂടെ ആ ഒരു രക്തം എത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ ഒരു പരിധിയിലപ്പുറം കൂടുമ്പോൾ BP ആണ് നമുക്ക് ഫസ്റ്റ് സൈനായിട്ട് കാണിക്കുക. അല്ലാതെ നമുക്ക് കൊളസ്ട്രോൾ ഇപ്പോൾ 210 ബോർഡർ ലൈൻ ആയതുകൊണ്ട് സൈൻസ് ഒന്നും കാണിക്കില്ല. നമ്മൾ ജനറലി ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടി, ചീത്ത കൊളസ്ട്രോൾ കൂടി, ടോട്ടൽ കൊളസ്ട്രോളിനേക്കാളും ഈ LDL കൂടി എന്ന് നമ്മൾ കാണുമ്പോഴാണ് അതിന് പ്രത്യേകിച്ച് അതിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് മീറ്റാണ് പരമാവധി അതിൽ ഒഴിവാക്കാൻ പറയാറ്. എസ്പെഷ്യലി ബീഫ്, മട്ടൺ, പോർക്ക്, ഇതിലെല്ലാം തന്നെ കൊളസ്ട്രോൾ കണ്ടൻറ്റ് റിച്ചാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ പറയാറുണ്ട്. ചിക്കൻ ഓക്കെയാണ്, അതും ഡീപ്പ് ഫ്രൈഡ് അല്ലാതെ നമ്മൾ മന്തി ചിക്കനോ അല്ലെങ്കിൽ വേവിച്ചതോ ആയിട്ടുള്ള ചിക്കൻ എടുക്കുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും, അത് വലിയ കുഴപ്പമില്ല. അതുപോലെ മീനും ഒക്കെ കറി വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. വറുത്തതും പൊരിച്ചത്, ഗ്രിൽഡ്, അങ്ങനത്തെ ഇതിനേക്കാളും കൂടുതലായിട്ടും കറിയായിട്ട് വെച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു സത്ത് ഫുള്ള് കിട്ടാൻ നല്ലത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ ഹാർട്ടിന് ഏറ്റവും മോശകരമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരുമോ? ഹാർട്ടിന് ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പാക്ക്ഡ് ആയിട്ടുള്ള ടിന്നഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഈ നോൺ വെജ് തന്നെ സോസേജ് ആയിട്ടും അങ്ങനെ പ്രോസസ്ഡ് മീറ്റ് ഉണ്ടാവും, അതായത് അവർ എല്ലാം സെറ്റാക്കി വെച്ച് നമുക്ക് റെഡി ടു ഈറ്റ് എന്നുള്ള രീതിക്ക് ഉണ്ടാവും. അത് വളരെ അപകടകാരിയാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാം. ഈ പാക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഇറച്ചി വിഭവങ്ങൾ നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും, അതായത് ഫ്രഷായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും അപകടകാരിയാണ് ഈ പ്രോസസ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ സോസേജ്, പിന്നെ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ളത്, എണ്ണയിൽ വറുത്തത്, എസ്പെഷ്യലി നമ്മൾ വീട്ടിൽ പൊരിക്കുന്നതല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വട, ബജി, അതൊക്കെ ഒരു സ്നാക്ക് ഐറ്റം. ഈവനിങ് എല്ലാവരും അത് എടുക്കുന്ന ഒരു പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ അവർ ഓയിൽ വന്നിട്ട് എല്ലാ ടൈമും മാറ്റണമെന്നില്ല. എല്ലാ ദിവസവും മാറ്റിയാൽ തന്നെ ഒരു സെറ്റ് വറുത്തതിൽ എഗെയിൻ വറുക്കാണ്. സോ ഹീറ്റ് ചെയ്തത് തന്നെ എഗെയിൻ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഒരു കൊളസ്ട്രോൾ ലെവൽ വ്യത്യാസം വരും. അത് വെരി ബാഡ് ഫോർ നമ്മുടെ ഹാർട്ടിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാണ് ഈ വട, ബജി, ബോണ്ട, പുറത്തുനിന്ന് നമ്മൾ എണ്ണയിൽ വറുത്തതായിട്ടുള്ള വാങ്ങിക്കുന്നത്. പിന്നെ സ്വീറ്റ്സും ഈക്വലി ഡേഞ്ചറസ് ആണ്. സ്വീറ്റുകൾ അധികം എടുക്കുന്നത്, അതേപോലെ അന്നജം, കൂടുതൽ ഫാറ്റ്, കൊഴുപ്പടങ്ങിയിട്ടുള്ളതിനേക്കാൾ അപകടകാരിയാണ് എക്സസ് ആയിട്ടുള്ള അന്നജം ഒരു പരിധി വിട്ട് എടുക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്. ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഭയങ്കര ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അത്. പിന്നെ സ്വീറ്റ്സ്, ഞാൻ പറഞ്ഞത് സ്വീറ്റ്സും അതേപോലെ കോൾഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതാണ് നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ മോഡേണൈസ്ഡ് ആയിട്ട് വരുന്ന നമ്മളിപ്പോൾ നഗ്ഗറ്റ്സ് പാക്ക്ഡ് ആയിട്ട് കിട്ടും, സോസേജ് പാക്സ് ആയിട്ട് കിട്ടും. നമുക്ക് വീട്ടിലിപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ഉപയോഗിച്ച് നമുക്ക് നഗ്ഗറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. അതല്ലാണ്ട് ഇങ്ങനെ ഇതിൽ പ്രോസസ്ഡ് മീറ്റിൽ എന്തായാലും അതിൽ അവർ അഡിക്റ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കേട് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതും ആ ഇറച്ചിയുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നൈട്രേറ്റ്സും വേറെ കോമ്പൗണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ തന്നെ എണ്ണയിൽ വറുത്തിട്ടുള്ള ഒരേ ഐറ്റം റിപ്പീറ്റ് ചെയ്ത് അതെന്തായാലും ഷോപ്പിൽ നമുക്ക് പോസിബിൾ അല്ല. ഒരു ദിവസം വേണമെങ്കിൽ ഓയിൽ മാറ്റുമായിരിക്കും, പക്ഷേ അപ്പോൾ ഓരോ പ്രാവശ്യം ഹീറ്റ് ചെയ്യുമ്പോഴും അതിലുള്ള ആ ഒരു ഫാറ്റ് ചെയിൻസ് ഉണ്ടല്ലോ,
ഒന്നുകൂടി ബലമായിട്ട് മുറുകും. സോ ഇത് നമ്മുടെ ഹാർട്ടിന് വലിയ രീതിക്ക് തന്നെ എഫക്ഷൻ ഉണ്ടാകും. അത് ഒരു ദിവസത്തിൽ വരുന്നതല്ല, ഒരു ദിവസം അത് കഴിച്ചതുകൊണ്ട് വരുന്നതല്ല. സ്ഥിരമായി എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഷോപ്പ് കടകളിലുള്ളവരൊക്കെ ഈവനിങ് ഒരു ചായ കുടിക്കുമ്പോൾ വീട്ടിൽ പോകുന്നതിന് പകരം അങ്ങനെ എടുക്കുന്നവരുണ്ട്. അത് സ്ഥിരമായി ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അത് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന അപായ സൂചനകൾ എന്തൊക്കെയാണ്? ചില ലക്ഷണങ്ങൾ ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷണങ്ങൾ കാര്യമായിട്ട് കാണില്ല. കാരണം വേദന അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഷുഗർ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്ക് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ആദ്യം തന്നെ നെഞ്ചുവേദന അങ്ങനെ ആയിരിക്കില്ല വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു തലകർക്കമായിട്ടായിരിക്കും വരുന്നത്. വോമിറ്റിംഗ് ഉണ്ടാവും ചിലർക്ക്, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഉണ്ടാവും. കൈ കുടച്ചിലുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം കൈ ഇങ്ങനെ ഭയങ്കര ഒരു കിഴയുന്ന പോലെ, ഭയങ്കര കുടയുന്ന പോലെയൊക്കെ വേദന ഉണ്ടാവും. ചിലർക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഈ താടി ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക. നെഞ്ചിലോട്ട് അങ്ങനെ സ്പ്രെഡായി വരുന്നേ ഉണ്ടാവുള്ളൂ. എന്നാൽ അത് ഗ്യാസിനെ പോലെ തന്നെ സിമിലാരിറ്റി ഉണ്ടാവും. ഓക്കാനിക്കാൻ വരും. അപ്പോൾ ഇതിനൊപ്പം നമ്മളിപ്പോൾ ഗ്യാസിന് എന്തെങ്കിലും മരുന്ന് എടുത്തു നോക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ജീരക വെള്ളമെങ്കിലും കുടിച്ചു നോക്കും. എന്നിട്ടും റിലീഫ് ആവുന്നില്ല. ഇപ്പോൾ ഗ്യാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരില്ല. അതാണ് ആ ഡിഫറൻസ്. ഹാർട്ട് അറ്റാക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്കിൻ്റെ ഇപ്പോൾ ടൈം കൂടുന്തോറും സിവിയാരിറ്റി കൂടി വരും. അതിൻ്റെ അറ്റാക്കിൻ്റെ ഒരു സിവിയാരിറ്റി കൂടി വരും. ഈ താടി ഭാഗത്തു നിന്നുള്ളത് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കയ്യിലോട്ട് വരുന്ന പോലെ. ഒപ്പം ഛർദ്ദിക്കുക തന്നെ ചെയ്യും. ഒന്നും കഴിക്കാനും പറ്റില്ല. ക്ഷീണം, കുഴയുന്ന പോലെ ഉണ്ടാവും. അത് ഇപ്പോൾ ടൈം ആകും തോറും ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് കീഴ്വായു അല്ലെങ്കിൽ ഒരു ഏമ്പക്കം വരുമ്പോഴേക്കും അതൊന്ന് റിലീവ് ആവും. അല്ലെങ്കിൽ ഒരു ആൻറ്റാസിഡ് ടാബ്ലറ്റ്സോ അതും അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അത് റിലീഫ്. അതിലൊന്നും റിലീഫ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൂടി സമയം കൂടുന്തോറും കൂടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഇനീഷ്യലായിട്ടുള്ള സൈനാണ്. ആദ്യം തന്നെ ചെസ്റ്റ് തന്നെ ഹെവി ആയിട്ട് വേദനിക്കണം എന്നില്ല. ഈ ചെസ്റ്റിൽ നിന്ന് വരുന്ന എന്താ പറയുക, അതിൻ്റെ ഞരമ്പുകളും കാര്യങ്ങളും ഇവിടേക്കൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവിടെയും പെയിന്, നെർവ്സ് പെയിന് കയ്യിലോട്ടും അതേപോലെ ഇവിടേക്ക് തലയുടെ ഭാഗത്തോട്ട് എല്ലാം തന്നെ സ്പ്രെഡ് ആവും. തല കറങ്ങുന്ന പോലെ ഉണ്ടാവും. അമിതമായിട്ടുള്ള ക്ഷീണം, ഓക്കാനിക്കാൻ വരിക, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ആ പേഷ്യൻ്റ് ഷുഗർ പേഷ്യൻ്റ് ആണ്, ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. പിന്നെ ഇപ്പോൾ സ്ത്രീകളെ, ഇപ്പോൾ ജെൻസിനെ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് നമുക്ക് നമ്മുടെ യൂട്രസ് ആൻഡ് ഓവറീസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയാം. കാരണം അധികം നമ്മൾ ഒരു 30കളിൽ ഹാർട്ട് അറ്റാക്കിൽ മരിച്ച സ്ത്രീകളെ കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല. എന്നാൽ സ്ത്രീകളിലുള്ള സ്ട്രെസ് ഇത്തിരി കൂടുതലാണ് താനും, അല്ല? ഫാമിലിയിൽ നോക്കുമ്പോൾ സ്ട്രെസ് ലെവൽ പൊതുവേ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, പൊതുവേ ഇത്തിരി കൂടുതൽ സ്ട്രെസ്സ് കൂടുതലുള്ളത് ലേഡീസിനാണ്. എന്നാൽ അവർക്ക് ഹാർട്ടിന് പ്രൊട്ടക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന എസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് നമ്മുടെ ഓവറീസിൽ നിന്നും ചുരക്കുന്നതാണ്. അപ്പോൾ സ്ത്രീകളിൽ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരാൻ സാധ്യത നമ്മുടെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച്, മെനോപോസോടനുബന്ധിച്ച് 40-45 കഴിയുമ്പോഴാണ്. എന്നാൽ ആണുങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് ഈ ഒരു എസ്ട്രജൻ എന്നുള്ളത് നല്ല അളവിൽ ഇല്ല, പ്രൊട്ടക്റ്റീവായിട്ടുള്ളത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽസിൽ ഈ കംപ്ലയിൻറ്റ്സ് വളരെയധികം കൂടുതലാണ്. ഈ 30s വരാൻ തന്നെ BP ഒക്കെ അവർ ശ്രദ്ധിക്കാണ്ട് പോകും. കൺട്രോളിൽ ആവാതിരിക്കുമ്പോൾ ആണ് BP ഷൂട്ട് ചെയ്ത്, BP ഒന്നെങ്കിൽ അത് സ്ട്രോക്കായിട്ടും വരും, ഇനി അത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ MI വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം ഇതാണ്. അപ്പം ടൈം കൂടുന്തോറും 1 മണിക്കൂർ 2 മണിക്കൂറായിട്ടും റിലീഫ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട കേസസ് ആണത്. അത് നമ്മൾ വെച്ചിരിക്കരുത്. ഒരു ദിവസം ശരിയാവും. ഗ്യാസിൻ്റെ ഇപ്പോൾ 2 മണിക്കൂർ കൂടുതലൊന്നും ഗ്യാസ് കംപ്ലയിൻറ്റ്സ് നിൽക്കില്ല, ഗ്യാസ് കയറുന്നതാണ്. അപ്പോൾ അത് എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനിൽ നമുക്ക് അവരെ രക്ഷിക്കാനായിട്ടൊക്കെ പറ്റും. ഷുഗർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതും കൂടി അറിയില്ല, ഈ വേദനയൊന്നും അറിയില്ല, തീരെ വേദന അറിയില്ല അവർക്ക്. അപ്പോൾ ഡയബറ്റിക്സ് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം സൈലൻറ്റ് അറ്റാക്ക് വരാൻ അവർക്കാണ് സാധ്യത വളരെയധികം കൂടുതൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു കൊളുത്തിപ്പിടുത്തം പോലെയുള്ളൊരു വേദന, ഒരു 10-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റാക്കാണോ ഗ്യാസ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അതാ പറഞ്ഞത്, ഈ അറ്റാക്കാണ് എന്നുണ്ടെങ്കിൽ ആ വേദന വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡായി പോകും. അതിൻ്റെ ആഘാതം കൂടി വരും, ഇൻറ്റൻസിറ്റി കൂടി വരും. ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് ഒരിക്കലും അങ്ങനെ ആവില്ല. ചിലപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇവിടെ കൊളുത്തി പിടിച്ച പോലെയുള്ളത് ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് മാറും. ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ അത് അവിടെ ഇവിടെ ഉരുണ്ട് കളിക്കുന്ന പോലെ ഒരേ ഭാഗത്തിൻ്റെ മധ്യഭാഗത്ത് 20 മിനിറ്റ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞ് റിലീഫ് ആയെന്നുണ്ടെങ്കിൽ അത് അറ്റാക്കല്ല. എന്നാൽ 20 മിനിറ്റ് കഴിഞ്ഞു കൂടി വരികയാണ്, ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ വേദന കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ സൈൻ ആവാം.
ഡോക്ടർ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൃദയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഹാർട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം, ഒരു 6 മുതൽ 7 മണിക്കൂർ ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ, നല്ല പോഷകപരമായിട്ടുള്ള ഭക്ഷണം, അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്തുന്ന രീതി. ബീട്രൂട്ടൊക്കെ വളരെയധികം എഫക്റ്റീവാണ് ഹാർട്ടിൻ്റെ ഹെൽത്തിന്. നോൺ വെജ് പരമാവധി കൊഴുപ്പുകൾ അധികം അടങ്ങിയിട്ടുള്ളതും ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വരാൻ സാധ്യതയുമായിട്ടുള്ള റെഡ് മീറ്റുകൾ ഒഴിവാക്കിയിട്ട്, എന്നാൽ ലീൻ പ്രോട്ടീന്, മുട്ട, പിന്നെ വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഇതൊക്കെ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിപ്പിടിക്കുക. അതേപോലെ തന്നെ ഉറക്കം അതിൻ്റെ ഷെഡ്യൂളും ഒരേ ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കിംഗ് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, അതായത് നമ്മൾ എന്തും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് വിൽ ബി ഹാപ്പി. അപ്പോൾ 40 മിനിറ്റ്സ് ദിവസവും 40 മിനിറ്റ് 45 മിനിറ്റ് നേരം വാക്കിംഗ്. വലിയ ഫാസ്റ്റിൽ നടക്കണമെന്നില്ല, ചെറിയ തോതിലെങ്കിലും മൂവ്മെൻറ്റിൽ എപ്പോഴും ഉള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒന്നാണ്. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹാർട്ടിൻ്റെ ബ്ലോക്ക് ആക്ച്വലി നമ്മളത് മെയിൻ തീരുമാനിക്കുന്ന EF എന്ന് പറയും, ഇജക്ഷൻ ഫ്രാക്ഷൻ. അതായത് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി അത് ഒരു 60% അബോവ് 60 to 70% ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റബിളാണ്. നാച്ചുറൽ റെമഡീസ് എന്നതിലുപരി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇപ്പോൾ ഹോമിയോ മെഡിസിൻസ് ഒക്കെ വളരെയധികം അവൈലബിൾ ആണ്. കള്ളിമുൾ ചെടിയിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാക്ടസ് ഗ്രാൻഡിഫ്ലോറസ് എന്ന് പറയുന്ന അതിൻ്റെ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കാൽമിയ ലാറ്റിഫോളിയ, ഇതൊക്കെ തന്നെ വളരെയധികം എഫക്റ്റീവാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ. കൺവലേരിയ മെജാലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്രോഡക്റ്റ്, അതും നമ്മൾ ഹാർട്ടിൻ്റെ ടോണിക്കായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇജക്ഷൻ EFൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. അതൊരു 65% എബോവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ട്രീറ്റബിളാണ് ഒരു പരിധി വരെ. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്നല്ലാണ്ട്, അതുപോലെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വെളുത്തുള്ളി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. വെളുത്തുള്ളി അലസിൻ കണ്ടൻറ്റ് നമ്മുടെ കൊളസ്ട്രോൾ ആണെങ്കിലും ബ്ലോക്സ് ഒക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ് ഒരു പരിധി വരെ. എന്ന് വെച്ച് കംപ്ലീറ്റ് അലസിൻ അല്ലെങ്കിൽ വെളുത്തുള്ളി കഴിച്ചതുകൊണ്ട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറണമെന്നില്ല. വളരെ ഇഫക്റ്റീവാണ് വെളുത്തുള്ളി, മഞ്ഞൾ, കുർക്കുമ ലോങ്ങ എന്ന് പറയുന്ന മഞ്ഞളൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ്. പക്ഷേ ഹാർട്ട് ടോണിക് എന്ന് പറയുന്നത് ഈ കൺവലേറിയ മെജാലിസ്, കാൽമിയ ഞാൻ പറഞ്ഞ പോലെ, അതുപോലെ ഈ കാക്ടസ് എന്ന് പറയുന്ന കള്ളിമുൾ ചെടി എന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് പൊട്ടൻസി മെഡിസിൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മൾ സ്വയം എടുക്കരുത്, ഒരു പ്രോപ്പർ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം, ഡോസേജ് അത് നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അത് വളരെ ഇഫക്റ്റീവാണ്. നമുക്ക് EF ഒക്കെ ഒരു 70% ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. അമിതവണ്ണം, PCOD, അതുപോലെ ഹൃദയാരോഗ്യം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവർക്കുമുള്ള സംശയങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.